ഓക്കെ, സ്റ്റാർട്ട് ചെയ്യണോ മക്കളെ? സ്റ്റാർട്ട് ചെയ്യാം. സെറ്റ് അല്ലേ? പഠിച്ചു കഴിഞ്ഞു? പഠിച്ച ഓക്കെ. അപ്പൊ മക്കളെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആണ് പറയാൻ പോകുന്നത്. ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പറയുന്നത്. അതില് നിങ്ങൾക്ക് 9 മാർക്സിന്റെ മാക്സിമം ക്വസ്റ്റ്യൻ വരാം. 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഇതിൽ നിങ്ങൾക്ക് അറിയേണ്ട കേസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് പറയുന്ന കേസ് എന്താണ് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഡാറ്റ എന്താണ്, അതുപോലെ തന്നെ ഇൻഫോർമേഷൻ എന്താണെന്നുള്ള കേസാണ് ഫസ്റ്റ് പറയുന്നത്. ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തെങ്കിലും റോ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്പേഴ്സോ വേർഡ്സോ, അതിനാണ് ഡാറ്റ എന്ന് പറയുന്നത്. ആൻഡ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇരിക്കുന്ന ഡാറ്റയെ നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ഇൻഫോർമേഷൻ ആയിട്ട് മാറും. അപ്പൊ ഇതിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റയും ഇൻഫോർമേഷനും തമ്മിലുള്ള എന്ത് ചെയ്യുക? കമ്പാരിസൺ ചോദിക്കാം. ചാൻസ് വളരെ കുറവാണ്, എന്നാലും ചോദിക്കാം എന്ന് പറയാം. ഓക്കെ, അതായത് വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന രീതിയിലല്ല, പക്ഷേ ഈ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഡാറ്റയും ഇൻഫോർമേഷൻ തമ്മിലുള്ള കമ്പാരിസൺ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് ഡാറ്റ എന്ന് പറയുന്നത്? എന്താണ്? റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് പ്രോസസ്ഡ് ഡാറ്റയാണ്. ഇനി ഡാറ്റ എന്ന് പറഞ്ഞാൽ സിമിലർ ടു റോ മെറ്റീരിയൽ. ഇതെന്താണ്? സിമിലർ ടു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. അതായത് റോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും സാധനം വാങ്ങിച്ച് കഴിയുമ്പോൾ, എന്തെങ്കിലും സാധനം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ റോ മെറ്റീരിയൽ എന്ന് പറയാം. അത് കഴിഞ്ഞ് നിങ്ങൾ അത് ഉപയോഗിച്ച് എന്തെങ്കിലും സാധനം ഉണ്ടായി കഴിഞ്ഞാൽ അതെന്താണ്? പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഡാറ്റ റോ മെറ്റീരിയൽ ആണ്, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഫിനിഷ്ഡ് ഔട്ട്പുട്ട് ആണ് വരുന്നത്. ഇനി കാനോട്ട് ബി ഡയറക്ട്ലി യൂസ്ഡ് ആണ്. ഇവിടെ എന്താണ്? ഇൻഫോർമേഷൻ എന്താണ്? It help to taking decisions എടുക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. Does not give precise and clear sense. ഇവിടെ എന്താണ്? കറക്റ്റ് ആയിട്ടൊരു മീനിങ് നമുക്ക് തരും. ഇതാണ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കേസാണ് മക്കളെ ഇതാ ഇത്. ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാനായിട്ട് അറിഞ്ഞിരിക്കണം. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിന്റെ ഫങ്ഷണൽ യൂണിറ്റ്സിന്റെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. 2 ചാപ്റ്റേഴ്സ്, അതായത് ഫസ്റ്റിന്നും സെക്കൻഡിന്നും ആയിട്ട് എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കും. അപ്പൊ ഈ സംഭവം എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് വരയ്ക്കാനായിട്ട് പഠിച്ചു വെച്ചേക്കാം. എങ്ങനെയാ വരാ? ഒരു ഇൻപുട്ട് യൂണിറ്റ് ഉണ്ടാവും, പിന്നെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ടാവും. അതിനെ കണക്ട് ചെയ്തിട്ടുണ്ട് എന്ത്? CPU ഉണ്ട്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. CPUന്റെ ഉള്ള ആരൊക്കെ ഉണ്ട്? ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ALU ഉണ്ട്, അതുപോലെ തന്നെ രജിസ്റ്റർ ഉണ്ട്. ഈ 3 കാര്യങ്ങളാണുള്ളത്. കൺട്രോൾ യൂണിറ്റും ALUം രജിസ്റ്ററും ഇതൊക്കെ എന്താണെന്നുള്ള ക്വസ്റ്റ്യനും ചോദിക്കും. അത് എവിടെ നിന്ന് വരാം? സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നാണ് നമ്മളത് പഠിക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും എന്ത് ചെയ്യാം? ചോദിക്കാം. ഇതിന് ചോദ്യം വരുന്നത് ഒന്ന് ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ പിന്നെ എന്താണ് കൺട്രോൾ യൂണിറ്റ് എന്താണ്, ALU എന്താണ്, രജിസ്റ്റർ എന്താണ്, ഈ അല്ലെങ്കിൽ മെമ്മറി സ്റ്റോറേജിങ്ങിന് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? ഇതിന്റെ ഉള്ളിൽ നിന്നായിട്ട് നമുക്ക് ചോദിക്കാം. പിന്നെ നമുക്ക് ചോദിക്കാനുള്ള കേസ് എന്ന് പറയുന്നത്, ഇനി ഇവിടെ തുടങ്ങിയാണ് ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് കൊണ്ട് നമ്പർ സിസ്റ്റം. നമ്പർ സിസ്റ്റത്തിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? എന്താണ് നമ്പർ സിസ്റ്റം എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്പർ സിസ്റ്റത്തിൽ ആരൊക്കെ ഉണ്ട്? നമുക്ക് 4 നമ്പർ സിസ്റ്റംസ് ആണുള്ളത്. ബൈനറി ഉണ്ട്, ഒക്ടൽ ഉണ്ട്, ഡെസിമൽ ഉണ്ട്, ഹെക്സാഡെസിമൽ ഉണ്ട്. 4 നമ്പർ സിസ്റ്റം നമുക്ക് ഉണ്ട്. ബൈനറിയുടെ എത്ര സൈസാണ് വരാ? ബൈനറിയുടെ സൈസ് എത്രയാണ്? ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 2 ബിറ്റ് ആണ് വരുന്നത്. 2 ബേസ് ആണ് വരുന്നത്. അതായത് അതിൽ ആദ്യത്തുള്ളൂ 0യും 1ഉം മാത്രമേ ഉള്ളൂ. ഒക്ടൽ വരുമ്പോൾ എത്രയാണ്? 8 ആണ് ബേസ് ആയിട്ട് വരുന്നത്. അവിടെ ആരൊക്കെ ഉണ്ടാവും? 0 തൊട്ടിട്ട് എവിടെ വരെ വരും? 7 വരെയുള്ള നമ്പേഴ്സ് ആണ് കാണാം. അതുപോലെ തന്നെ ഡെസിമൽ വരുമ്പോൾ എത്രയാണ്? 10 ആണ് വരുന്നത്. ആര് തുടങ്ങി? 0 to 9 വരെ. ഹെക്സാഡെസിമൽ വരുമ്പോ എത്രയാണ്? 16 ആണ് വരുന്നത്. ഇതിൽ എന്തില്ല? 16 ഡിജിറ്റ്സ് അല്ല വരാ, 0 to 9 വരെ മാത്രമേ വരുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചേക്ക് ആരൊക്കെ വരാ? 10ന് പകരം ആരാ കാണാ? A കാണും. അതുപോലെ തന്നെ 11 വരും B ഉണ്ടാവും, 12ന് വരും C ഉണ്ടാവും, 13ന് വരും D ഉണ്ടാവും, ആൻഡ് 14ന് വരെ E ഉണ്ടാവും, 15ന് വരെ ആരുണ്ടാവും? F ഉണ്ടാവും. ലെറ്റേഴ്സ് ആണ് റെപ്രസെന്റ് ചെയ്യുക. അത് മാറ്റി എഴുതി കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. ഈ കാര്യം നമുക്ക് എവിടെ ആവശ്യമുണ്ട്? കൺവേർഷനിൽ ആവശ്യമുണ്ട്. നമുക്ക് എന്തുണ്ട്? ഈ നമ്പർ സിസ്റ്റത്തിന് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, അതായത് ഇതുവരെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുണ്ടാവും നമ്പർ കൺവേർഷന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഡെസിമൽ ടു ഹെക്സാഡെസിമൽ അല്ലെങ്കിൽ ഡെസിമൽ ടു ബൈനറി, അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. അതില്ലാണ്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് ക്വസ്റ്റ്യൻ വേറെ ഒന്നുമില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്തായാലും എന്തുണ്ടാവും? എക്സാമിന് ഉണ്ടാവും. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു നമ്പർ സിസ്റ്റങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ MSD LSD എന്താണ്? അതിന്റെ ഫുൾ ഫോം എന്താണ്? MSD എന്ന് പറഞ്ഞാൽ എന്താണ്? മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് എന്നാണ്. LSD എന്ന് പറഞ്ഞാൽ എന്താണ്? ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് എന്നാണ്. MSD എന്ന് പറയുന്നത് ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ്. അതായത് ഒരെണ്ണത്തില ഒരു ഡിജിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റിനാണ് നമ്മൾ എന്താ പറയാ? MSD എന്ന് പറയാ. അതേപോലെ തന്നെ ആ ഒരു നമ്പർ സിസ്റ്റത്തിലുള്ള ആ നമ്പറിന്റെ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് നമുക്ക് എന്ത് പറയാം? LSD എന്നും പറയാം. ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് MSDയും റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിന് നമ്മൾ എന്താ പറയാ? LSD. അത് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനിയുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്.
കൺവേർഷൻസ്. ഓക്കെ, നമുക്ക് ഡെസിമൽ ടു ബൈനറി ഉണ്ട്, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ഉണ്ട്, ഡെസിമൽ ടു ഒക്ടൽ ഉണ്ട്, ഡെസിമൽ ടു ഫ്രാക്ഷൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് കൺവേർഷൻസ് ഉണ്ട്. ഈ എല്ലാ കൺവേർഷനും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഏത് കൺവേർഷൻ വരും നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കോമൺ ആയിട്ട് കാണാറുള്ളത് ഡെസിമൽ ടു ഹെക്സാഡെസിമൽ, അതുപോലെ തന്നെ ഡെസിമൽ ടു ബൈനറി, അങ്ങനെയുള്ള കൺവേർഷൻസ് ആണ് കൂടുതലും കണ്ടിട്ടുള്ളത്. പിന്നെ ഉള്ളത് വൺസ് കോംപ്ലിമെന്റും ടൂസ് കോംപ്ലിമെന്റും, ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ഉള്ള കൺവേർഷൻസ് ആണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഇതിൽ നിന്ന് വരാം. അപ്പോൾ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ എങ്ങനെയാ വരാം? അതാ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, 30 ബേസ് 10. ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയുക, 30 ബേസ് 10 എന്ത് ചെയ്യാനാണ്? കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. 30 ബേസ് 10 കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് എന്ത് ചെയ്യാ, നമ്മളുടെ ബൈനറി നമ്പേഴ്സ് ആരാണ്? 30 ആണ്. അതിനെ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യുക? 2 വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം മക്കളെ? ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എവിടെ വരെ ഡിവൈഡ് ചെയ്യണം? നമ്മൾ അതിന്റെ റിമൈൻഡർ, അതായത് ഡിവൈഡ് ചെയ്ത് 0 കിട്ടുന്ന വരെ ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ 30നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 15നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്ര ടൈംസേ പോകുള്ളൂ? 7 ടൈംസേ പോകുള്ളൂ. റിമൈൻഡർ എത്രയാണ്? 1. അത് സൈഡിൽ എഴുതുക. അടുത്ത് എന്ത് ചെയ്യുക? 7നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. എത്ര ടൈംസ് പോകുള്ളൂ? 3 ടൈംസ്. റിമൈൻഡർ എത്ര ഉണ്ടാവും? 1 ഉണ്ടാവും. സൈഡിൽ എഴുതി. 3നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് എത്ര ടൈംസിൽ പോകും? 1 ടൈമേ പോകുള്ളൂ. അപ്പൊ റിമൈൻഡർ എത്രയുണ്ട്? 1 ഉണ്ട്. ഇനി അഗെയിൻ 1നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 1നെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് എത്ര ടൈംസ് പോകും? 0 ടൈംസ് പോകും. റിമൈൻഡർ എത്രയാണ് വരാ? 1 ആണ് വരാ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ താഴത്ത് നിന്ന് മുകളിലോട്ട്, എവിടേക്കാണ്? ബോട്ടത്തിൽ നിന്ന് ടോപ്പിലോട്ടുള്ള ഓർഡറിൽ എഴുതുക. അപ്പൊ എങ്ങനെ എഴുതാം? 1 1 1 1 0. എന്നിട്ട് എന്ത് ചെയ്യാം? ബൈനറിയിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ആരും ഇട്ട് കൊടുക്കുക? ബേസ് 2 ഇട്ട് കൊടുക്കുക. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് ഡിവിഷൻ ബൈ 2 ആണ്. അതായത് ബൈനറിയിലോട്ടാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ബൈനറിയുടെ ബേസ് എത്രയാ? 2 ആണ്. അപ്പൊ എന്ത് ചെയ്യുക? കണ്ടിന്യൂസ് ആയിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇനി നിങ്ങളോട് പറയുന്നത് ഡെസിമൽ ടു ഒക്ടൽ ആണെന്ന് പറയുന്നത്. ഡെസിമൽ ടു ഒക്ടൽ ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഒക്ടലിന്റെ ബേസ് എത്രയാടാ? ഒക്ടലിന്റെ ബേസ് എത്രയാ? 8 ആണ്. അപ്പൊ ഇവിടെ 2ന് പകരം ആരെ വെച്ച് നിങ്ങൾ ഡിവൈഡ് ചെയ്യേണ്ടി വരും? 8 വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ ആ രീതിയിൽ ചെയ്യാം. ഇനി നെക്സ്റ്റ് ഡെസിമൽ ടു ഫ്രാക്ഷൻ ആണ്. ഫ്രാക്ഷൻ വരുന്ന സമയത്ത് ഡിവിഷൻ അല്ല, പകരം ആരാണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരുമ്പോ അവിടെ എന്ത് വരൂടാ? ഡിവിഷൻ വരില്ല, പകരം ആരെ വരാ? മൾട്ടിപ്ലിക്കേഷൻ ആണ് വരാം. അപ്പൊ അവിടെ അടുത്ത് പറയുന്നത് 0.625 ബേസ് 10 ആണ്. അതിനെ ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യണം. ബേസ് 10 വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് ഡെസിമൽ ആണ്. ഡെസിമലിനെ ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 0.625ന്റെ കൂടെ ബേസ്, ബൈനറിയുടെ ബേസ് എത്രയാ? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര കിട്ടും? 1.25. ഈ 1.25ല് ആരെ എടുത്തിട്ട് മാറ്റി വെക്കണം? ദാ ഈ 1.25ന്റെ ഡെസിമൽ അല്ലാത്ത പാട്ടില്ല. ഡെസിമൽ പാർട്ട് അല്ലാത്ത പാട്ട് ആരാ? 1 ആണ്. 1നെ എടുത്ത് മാറ്റി വെക്കുക. ബാക്കി ഡെസിമൽ പാർട്ട് എടുക്കാനാണ് 0.25. 0.25നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പൊ നമുക്ക് എത്ര കിട്ടി? 0.50 എടുത്തു. ഇതിന്റെ ഡെസിമൽ പാർട്ട് അല്ലാത്ത പോർഷൻ ഇതിലാ 0 ആണ്. അതിനെടുത്ത് മാറ്റി വെക്കുക. ബാക്കി ആരെടുക്കുക? 0.5ന് എടുത്തു. 0.5ന് ഇൻറ്റു 2 ചെയ്തു. ഇൻറ്റു 2 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. 1ന്റെ ഡെസിമൽ അല്ലാത്ത പാട്ടാരാ? 1 ആണ്. ബാക്കിയുള്ള പോർഷൻ നോക്കാം, ഡെസിമൽ പാർട്ട് നോക്കാം. അവിടെ എന്തുള്ളൂ? 0 ഉള്ളൂ. അപ്പൊ നമ്മളുടെ എന്തായി? പരിപാടി കഴിഞ്ഞു. അവിടെ വെച്ച് നിർത്താം. ഇനി എന്ത് ചെയ്യാ? നേരത്തെ കേസിൽ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലോട്ടായിരുന്നെങ്കിൽ ഇവിടെ എങ്ങനെ കൊടുക്കുക മക്കളെ? ടോപ്പിന്ന് ബോട്ടത്തിലോട്ടാണ് എഴുതാൻ. ഫ്രാക്ഷൻ വരുമ്പോ എന്താ? ടോപ്പിന്ന് ബോട്ടത്തിലോട്ട് വേണം എഴുതാനായിട്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0.625 എന്ത് കിട്ടും? 101 കിട്ടും. അത് കഴിഞ്ഞിട്ട് പോയിന്റ് നോക്കാം. ഒരു സാധനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? 0.101 ബേസ് 2 എന്ന് കൊടുക്കുക. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഡെസിമൽ ടു ബൈനറി, ഫ്രാക്ഷനുള്ള ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. എന്താണ്? കണ്ടിന്യൂസ് മൾട്ടിപ്ലിക്കേഷൻ ബൈ 2 ആണ്. ഒക്ടലിനെ ഹെക്സാഡെസിമലിന് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. ആരുടെ മാത്രമേ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളൂ കൂടുതലായിട്ട്? ബൈനറിയുടെ, അതായത് ഫ്രാക്ഷൻ വരുന്നത് ബൈനറിയുടെ കേസിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ ആണ്. ഒക്ടൽ വരുമ്പോൾ എന്താണ്? ഡെസിമലിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ് ഡിവിഷൻ ബൈ ആരാണ്? 8 ആണ്. കണ്ടിന്യൂസ് ഡിവിഷൻ ബൈ 8 ആണ്. എന്തുകൊണ്ടാ? ഒക്ടലിന്റെ ബേസ് 8 ആണ്. ഒക്ടലിന്റെ ബേസ് 8 ആണെങ്കിൽ കണ്ടിന്യൂസ് ഡിവിഷൻ ബൈ 8 ചെയ്യുക. അപ്പൊ 120നെ 8 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര ടൈംസ് പോയി? 15 ടൈംസ് പോയി. റിമൈൻഡർ 0 ആയിരുന്നു. 15നെ 8 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര ടൈംസ് പോവും? 1 ടൈംസ് പോവും. ബാക്കി റിമൈൻഡർ ഒക്കെ എത്രയാണ്? 7 ആണ്. 1നെ അത് കഴിഞ്ഞിട്ട് 8 വെച്ച് ഡിവൈഡ് ചെയ്തു. എത്ര ടൈംസേ പോകുള്ളൂ? 0 ടൈംസ് പോവും. റിമൈൻഡർ ആരാണ്? 1 ആണ്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ബോട്ടം ടു ടോപ്പ് ഓർഡർ ചെയ്താ അപ്പൊ ആര് വരും? 170. എന്നിട്ട് എന്ത് ചെയ്യാ? ബേസ് 8 ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്തായി? ഒക്ടലിലോട്ട് കൺവേർട്ട് ആയി. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെസിമൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ആണ്. ഡെസിമൽ ടു ഹെക്സാഡെസിമൽ വരുമ്പോൾ എന്താണ്? ഇവിടെ നോക്കാം. ഇവിടെ കൊടുത്തേക്കുന്നത് എന്താണ്? 165 ആണ്.
165നെ ആരെ വെച്ച് ഡിവൈഡ് ചെയ്യണം? 16 വെച്ച് ഡിവൈഡ് ചെയ്യാം. കാരണം ഹെക്സാഡെസിമൽ, അപ്പൊ ബേസ് 16 ആണ്. 16 വെച്ചിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യാം. 16 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 165 16 എത്ര ടൈംസ് പോവും? 10 ടൈംസ് പോവും. 10 16 എത്ര ടൈംസ് പോവും? 0 ടൈംസ് പോവും. 0 വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ റിമൈൻഡേഴ്സ് നോക്കാം. 10 പോയി കഴിഞ്ഞപ്പോൾ റിമൈൻഡർ 5 ഉണ്ടായിരുന്നു. ഇനി ബാക്കി ഇവിടെ എന്തുണ്ട്? 10 ആണ് റിമൈൻഡർ ആയിട്ട് വന്നത്. 0 ടൈംസ് പോയപ്പോൾ 10 ആണ് റിമൈൻഡർ ആയിട്ട് വന്നേക്കുന്നത്. ഈ 10 എന്നുള്ള നമ്പർ എടുത്ത് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ തെറ്റും. 10 പകരം ഹെക്സാഡെസിമലിൽ ആരെ യൂസ് ചെയ്യുക? എ ആണ് യൂസ് ചെയ്യുക. 11 വന്നാൽ നിങ്ങൾ ആരെ യൂസ് ചെയ്യണമായിരുന്നു? ബിനെ യൂസ് ചെയ്യണം. അപ്പൊ അതനുസരിച്ച് എന്ത് ചെയ്യുക? ലെറ്റേഴ്സ് യൂസ് ചെയ്യുക. എവിടം വരെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? 15 വരെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞുള്ള നമ്പേഴ്സിന് ഇല്ല, അതുവരെ വരുള്ളൂ. 15 മുകളിലോട്ട് വരില്ല. അപ്പോ എ കൊടുക്കൂ, പിന്നെ എന്ത് കൊടുക്കുക? 5 കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ബേസ് 16 എന്ന് പറഞ്ഞ് കൊടുക്കുക. ക്ലിയർ ആണോ അവിടെ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബൈനറി ടു ഡെസിമൽ. ബൈനറി ടു ഡെസിമൽ കൺവേർട്ട് ചെയ്യാൻ, അതായത് ഒരു ബൈനറി നമ്പറിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യുക? ബൈനറിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇപ്പോ നമുക്ക് ബൈനറിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുക? പവർ എന്ത് കൊടുക്കുക? 2 വെച്ചിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പൊ നമുക്ക് ഇവിടെ ബൈനറി നമ്പർ എടുത്തേക്കുന്നത് എന്താ? 11010 എന്നാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 1ന്റെ കൂടെ, അതായത് പൊസിഷൻ നോക്കാം. 1 എന്താണ്? സ്റ്റാർട്ടിംഗ് പൊസിഷൻ ആണ്. അപ്പൊ എന്ത് കൊടുക്കുക? നമ്മൾക്ക് 0 ഇവിടെ നിന്ന് റൈറ്റ് നിന്ന് തുടങ്ങാം. 0th പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ, ഫിഫ്ത്ത് പൊസിഷൻ. ഇങ്ങനെയാണ് പൊസിഷൻ പോവുക. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നമ്പർ വേണം 101 എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഇത് 0th പൊസിഷൻ ആണ്. ഇപ്പൊ 2⁻0 കൊടുക്കുക. ഇത് രണ്ടാമത്തെ പൊസിഷൻ, അപ്പൊ 2⁻1 കൊടുക്കുക. ഇത് മൂന്നാമത്തെ പൊസിഷൻ, അവിടെ എന്ത് കൊടുക്കുക? 2⁻2. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? പൊസിഷൻ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2⁻2 പ്ലസ് 0 × 2⁻1 പ്ലസ് 1 × 2⁻0. 2⁻0 എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്ര ആയിക്കൂടാ? 1 ആയിരിക്കും. 2⁻0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അതും കൂടി ഓർത്ത് വെച്ചേക്കാം. 2⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എന്ത് കിട്ടും? ബൈനറി കിട്ടും. ക്ലിയർ ആണോ? ഡെസിമൽ കിട്ടുന്നത് ക്ലിയർ ആണോടാ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ബൈനറി ടു ഫ്രാക്ഷൻ ആണ്. ഡെസിമൽ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഫ്രാക്ഷൻ പാർട്ട് എന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഫ്രാക്ഷൻ ഒഴിവാക്കുക, ബാക്കിയുള്ള പോർഷൻ മാത്രം ആഡ് ചെയ്യുക. ലാസ്റ്റ് എന്ത് ചെയ്യുക? ആ 0 കൂടി ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? അടുത്ത സാർ നോക്കിയോ? ഡെസിമൽ കൺവേർഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി? 167 ബേസ് 8 ആണ്. അതിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്യാം? ആ ഓരോ പൊസിഷനും നമ്മൾ അതുപോലെ തന്നെ എടുക്കുക. ഇവിടെ ഒക്ടൽ ആയതിന്റെ പേരിൽ ആരെ എടുക്കണം? 8 വെച്ച് വേണം എടുക്കാനായിട്ട്. ഇപ്പൊ 167 എന്ന് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പൊസിഷൻ കൊടുക്കുമ്പോൾ എന്താണ്? 7 ഇരിക്കുന്നത് 0th പൊസിഷൻ, 8⁻0. 6 ഇരിക്കുന്നത് ആര് പൊസിഷൻ? ഫസ്റ്റ് പൊസിഷൻ, അപ്പൊ 8⁻1. ഇനി 1 ഇരിക്കേണ്ട ഏത് പൊസിഷൻ? സെക്കൻഡ് പൊസിഷൻ, അപ്പൊ 8⁻2. ഇനി എന്ത് ചെയ്യാ? 1 × 8⁻2 പ്ലസ് 6 × 8⁻1 പ്ലസ് 7 × 8⁻0 എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്ത് കിട്ടും? ഇതിന്റെ ഡെസിമൽ പോയിന്റ് നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇതിലെന്താണ്? ബൈനറി ആയിരുന്നപ്പോ നമ്മൾ 2 എടുത്തു, കാരണം ബേസ് അതായിരുന്നു. ഒക്ടൽ ആയപ്പോ എന്തെടുത്തു? 8 എടുത്തു. ഇനി ഹെക്സാഡെസിമൽ ആണെങ്കിൽ നിങ്ങൾ ആര് എടുക്കുവാടാ? 16 എടുക്കുക. ഓക്കെ. ഹെക്സാഡെസിമൽ ആണെങ്കിൽ നിങ്ങൾ 8 എടുക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? 16 എടുക്കുക. സെയിം പ്രൊസീജിയർ തന്നെയാണ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേടാ? ഓക്കെ. ഇതാ ഹെക്സാഡെസിമലിൽ വന്നപ്പോ എന്താണ്? നമ്മൾ ആ പൊസിഷനിൽ ആരെ കൊടുത്തു? 16 കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? സെയിം സ്റ്റെപ്പ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു ബൈനറിയുടെ കേസ് നമുക്ക് കിട്ടും. ഓക്കെ. ഡെസിമൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് വന്നിട്ടോ. ഇനി ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ ആണ്. ഒക്ടലിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണോടാ? ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഒക്ടലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു കോഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരെല്ലാം ഓർക്കുന്നുണ്ടോടാ? കോഡ് ആരെല്ലാം ഓർക്കുന്നുണ്ടോ ഗൈസ്? കോഡ് ആരെല്ലാം ഓർക്കുന്നുണ്ടോ? എന്തെങ്കിലും കോഡ് കാണിക്കാൻ പറ്റുമോ? 2 3 4 1 എന്ത്? എടാ 4 4 2 1 ആണോ കോഡ്? ആണോടാ? ആണോ? ഓക്കെ. നമ്മൾ എന്താ വെച്ചാൽ 4 2 1 എന്ന് പറഞ്ഞൊരു കോഡ് പഠിച്ചിട്ടുണ്ട്. ഇത് എന്തിനാ വേണ്ടിയിട്ടാ? ഇപ്പൊ ഒരു ഒക്ടൽ നമ്പറിനെ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ്? നമുക്ക് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യാം? നമുക്കിപ്പോ തന്നേക്കുന്നത് ആരായിരുന്നു? 437 എന്ന് പറഞ്ഞ നമ്പർ ആണ് നമുക്ക് ഇവിടെ തന്നേക്കുന്നത്. 437 ബേസ് 8-നെയാണ് നമുക്ക് തന്നേക്കുന്നത്. ഇതിനെന്തിലോട്ട് കൺവേർട്ട് ചെയ്യണോടാ? ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനായിട്ടാണ് നമ്മൾ ഈ കോഡ് നമ്മൾ എടുത്തത്. 4 2 1 4 2 1. എന്ത് ചെയ്യാ? ഫസ്റ്റ് ലെറ്റർ നോക്കാം. 7 എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിൽ ആഡ് ചെയ്താലും കിട്ടുക?
7 ആഡ് ചെയ്യാനായിട്ട് നോക്കാം. 4ഉം 2ഉം 1ഉം ആഡ് ചെയ്താലാണ് നമുക്ക് 7 കിട്ടുക. അപ്പൊ നമുക്ക് 4 വേണം, വേണ്ട ആൾക്ക് 1 കൊടുത്തു. 2വിന് നമുക്ക് ആവശ്യമുണ്ട്, അപ്പൊ അയാൾക്കും നമ്മൾ 1 കൊടുത്തു. 1ന് നമുക്ക് ആവശ്യമുണ്ട്, അയാൾക്കും 1 കൊടുത്തു. അപ്പൊ 7ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1 എന്ന് കൊടുക്കാം. ഇനി 3 എന്ന് പറയുന്നത് ഇതിൽ ആരൊക്കെ തമ്മിൽ ആഡ് ചെയ്താലും 3 കിട്ടാൻ നോക്കാം. ആരൊക്കെ ആഡ് ചെയ്താലും കിട്ടാ? 2ഉം 1ഉം. അപ്പൊ അവർ രണ്ടുപേരും നമുക്ക് ആവശ്യമുണ്ട്, അവർക്ക് രണ്ടും 1 കൊടുത്തു. ആവശ്യമില്ല? 4ന് ആവശ്യമില്ല. അപ്പൊ നമ്മൾ അവിടെ എന്ത് കൊടുക്കുക? 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0 1 1 അത് കൊടുക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ ആരാണ്? 4 ആണ്. 4ന് ആരെ മാത്രമേ ഈ കൂട്ടത്തിൽ ആവശ്യമുള്ളൂ? 4ന് മാത്രമേ ആവശ്യമുള്ളൂ. 2വിനെയും 1നെയും വേണ്ട, ഒഴിവാക്കി. അപ്പൊ അവർക്ക് 0 കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1 0 0. എല്ലാം കൂടി ഒരുമിച്ച് എഴുതി ഇതാ ബേസ് 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആരായി മാറി? ബൈനറി ആയി മാറി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ, ഇതേ കേസിൽ തന്നെ മക്കളെ നമ്മൾ എന്ത് കൊടുക്കുകയാണ്? ഈ ഒക്ടലിന് പകരം ഹെക്സാഡെസിമൽ ആണെന്ന് വിചാരിക്കുക. ഹെക്സാഡെസിമൽ ആണെങ്കിൽ ഈ കോഡ് എങ്ങനെയായിട്ട് മാറൂടാ? ആരും കൂടി ആഡോടാവും ഇതിലോട്ട്. ആരും കൂടി വരും? അതെ, എന്ത് വരും? 8ഉം കൂടി വരും. ആരും കൂടി വരും? 8ഉം കൂടി വരും. ജസ്റ്റ് എന്ത് ചെയ്യുക? അതേ സെയിം മെത്തേഡിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സാർ നെക്സ്റ്റ് നോട്ടെ. ഇവിടെ എന്താ വന്നേക്കണേ? എ ബി ബേസ് 16 എന്നാണ് കൊടുത്തേക്കുന്നത്. എന്താ കൊടുത്തേക്കുന്നത്? എ ബി ബേസ് 16 ആണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും വാല്യൂ വന്നേക്കുന്നത്? എ എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂ? എ എന്ന് പറയുന്നത് ആരാ? 10 ആണ്. ബി എന്ന് പറയുന്നത് ആരാണ്? 11 ആണ്. അപ്പൊ നമുക്ക് 10ഉം 11ഉം ആണ് വന്നത്. അപ്പൊ ഫസ്റ്റ് ലെറ്റർ ഇവിടെ വന്നേക്കുന്നത് ആരാ? ബി ആണ്. ബി നോക്കി കഴിഞ്ഞാൽ 11 ഇതിൽ ആരൊക്കെ തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടും നോക്കാം. 8ന്റെ കൂടെ 2 ആഡ് ചെയ്താൽ 10, 10ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ എത്രയാ? 11. അപ്പൊ നമുക്ക് ആരൊക്കെ വേണം? 8 വേണം, 2 വേണം, 1 വേണം. 4ന് ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു? 1 0 1 1. ആൻഡ് നെക്സ്റ്റ് വൺ എ നോക്കാം. എ ആരൊക്കെ തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുക? 8ഉം വേണം, അതുപോലെ തന്നെ 2ഉം വേണം. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും 1 കൊടുക്കുക, ആവശ്യമില്ലാത്തവർക്ക് 0 കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1 0 1 0. എന്ത് കൊടുക്കുക? ബേസ് 2 കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഒക്ടലിന്റെ ഹെക്സാഡെസിമലിന്റെ ബൈനറിയിലോട്ടുള്ള കൺവേർഷൻ കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ ഒക്ടൽ ടു ബൈനറിയോ അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കോഡ് ഒക്ടൽ ആണെങ്കിൽ 421, ഹെക്സാഡെസിമൽ ആണെങ്കിൽ 8421. ഈ 4ഉം 2ഉം 1ഉം ആഡ് ചെയ്താലും 8421 ആഡ് ചെയ്താലും അവിടെ ഉള്ള ടോട്ടൽ ഡിജിറ്റ്സിന്റെ നമ്പറേ വരുള്ളൂ. ഇവിടെ 4 എന്ത് വരും? 6 6 + 1 7. ഇവിടെ ഒരു എത്ര കിട്ടും? 8 + 7 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 കിട്ടും. അതായത് ആ അവസാനിക്കുന്ന നമ്പറിന്റെ അവിടെ വരെയുള്ള നമ്പേഴ്സേ വരുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നോക്കാം. അടുത്ത ദിവസം അടുത്ത കൺവേർഷൻ എന്ന് പറയുന്നത് എന്താണ്? ബൈനറി ടു ഒക്ടൽ ആണ്. അതായത് ഒരു ബൈനറിനെ എങ്ങനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? ബൈനറിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാടാ? ഇതേ പരിപാടി തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടീം ഗ്രൂപ്പായിട്ട് തിരിക്കാം. അതായത് ഇപ്പൊ ഞാനിപ്പോ ഒരു ബൈനറി തരയാണ് 1 0 1 1 1 0 1 1 ഇങ്ങനെ തരണമെന്ന് വിചാരിച്ചോ. ഈ ഒരു ബൈനറിനെ ഒക്ടലിലോട്ട് ആക്കണമെങ്കിൽ ഇവരെ ഗ്രൂപ്പ് ആക്കണം. എത്ര പേരുടെ ഗ്രൂപ്പ് ആക്കും? എത്ര പേരുടെ ഗ്രൂപ്പ് ആക്കാം? 3 പേരുടെ ഗ്രൂപ്പ് ആക്കാം. ഒക്ടലിലോട്ട് ആണെങ്കിൽ ഇവരെന്ത് ചെയ്യാം? 3 പേരുടെ ഗ്രൂപ്പ് ആക്കാം. എവിടെ നിന്നാക്കും? ലെഫ്റ്റിൽ നിന്നാണോ റൈറ്റിൽ നിന്നാണോ നോക്കാം? എവിടെ നിന്ന് വരാം? റൈറ്റിൽ നിന്നാണോ ലെഫ്റ്റിൽ നിന്നാണോ? ഇതാണോ ഇതാണോ? ഇവിടെ അല്ലേ വരാ? ഇവിടെ നോക്കാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങോട്ട് നമ്മളൊരു ഗ്രൂപ്പ് ആക്കി, ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ ഗ്രൂപ്പ് ആക്കി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ 2 ആളുള്ളൂ. എന്ത് ചെയ്യും ഈ ഗ്രൂപ്പ് ആക്കാനായിട്ട്? 0 ആഡ് ചെയ്ത് കൊടുക്കുക. 0 ആഡ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യാ? ഇനി ഇവർക്ക് എന്ത് ചെയ്യാ? നമ്പർ കൊടുക്കുക. ഇവരുടെ നമ്പർ നിങ്ങൾക്ക് ഓർമ്മയില്ല, അത് അതേരെ കൊടുക്കാം. മുകളിൽ 41 എഴുതി കൊടുക്കുക. ഇയാളുടെ മുകളിൽ 41 എഴുതി കൊടുക്കുക. ഇയാളുടെ മുകളിൽ എന്ത് ചെയ്യാ? 41 എഴുതി കൊടുക്കുക. ഇവിടെ നമുക്ക് ആരൊക്കെ ഉണ്ട്? 1 1 വന്നെങ്കിൽ 2 1 ആണ്. ഇവിടെ ആരാ വന്നേക്കണേ? 3 ആണ്. ഇവിടെ 3 പേർക്കുണ്ട്. അപ്പൊ 4 + 2 ഇവിടെ 4ഉം വേണം, 2ഉം വേണം, 1ഉം വേണം. അപ്പൊ എല്ലാം കൂടി ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 7 കിട്ടും. ഇവിടെ നമുക്ക് ആര് മാത്രമേ വന്നിട്ടുള്ളൂ? 2ന്റെ മുകളിൽ മാത്രമേ വന്നുള്ളൂ. അപ്പൊ ആര് വരും? 2 വരും. അപ്പൊ നമ്മൾ എന്ത് വരും? 273 ബേസ് 8 ആണ് ഒക്ടൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇട്ടോ സാർ അടുത്തിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ബൈനറി ടു ഹെക്സാഡെസിമൽ ആണ്. ബൈനറി ടു ഹെക്സാഡെസിമൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതുപോലെ തന്നെ നമുക്കൊരു നമ്പർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാ? 4 പേരുടെ ഗ്രൂപ്പ് ആക്കാം. ആരുടെ ഗ്രൂപ്പ് ആക്കാം? 4 പേരുടെ ഗ്രൂപ്പ് ആക്കാം. ഇവര് 4 പേര് ഗ്രൂപ്പ് ആക്കുന്നു, ഇവര് 4 പേര് ഗ്രൂപ്പ് ആക്കാം. എന്നിട്ട് ആര് കൊടുക്കുക? 8421 മുകളിൽ എഴുതി കൊടുക്കുക. ഇവിടെ ആരാ എഴുതി കൊടുക്കുക? 8421 എഴുതി കൊടുക്കുക. ഇവിടെ ആരൊക്കെ യൂസ് ചെയ്തിട്ട് നോക്കാം? 8നെ യൂസ് ചെയ്തിട്ടുണ്ട്, 4നെ യൂസ് ചെയ്തിട്ട് 1 ഉണ്ട്. 8 + 4 എന്ന് പറയുമ്പോൾ 12 കിട്ടും. 12 + 1 എന്ന് പറയുമ്പോൾ ആര് കിട്ടും? 13 കിട്ടും. ഇവിടെ ആരൊക്കെ ഉണ്ട്? 8 ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ നമുക്ക് ആരെടുക്കാം? 10 എടുക്കാം. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടോ? എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടോടാ? കിട്ടോ? കിട്ടൂല. എന്ത് ചെയ്യാ? 10നെ എന്തിലോട്ട് മാറ്റണം? ലെറ്ററിലോട്ട് മാറ്റണം. 10ന് വരെ ആരെ കൊടുക്കും? എനെ കൊടുക്കും. പിന്നെ 13 വരുമ്പോ 11B ആൻഡ് 12C, 13 എന്ന് പറയുമ്പോൾ D കിട്ടും.
എ ഡി ബേസ് 16. ഇതാണ് നമ്മളുടെ ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേടാ? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ അടുത്തിട്ടോളൂ സർ. അടുത്തെന്ന് പറയുന്നത് കുറച്ചും കൂടി ഇതാണ്. എന്താണ്? ഒക്ടൽ ടു ഹെക്സാഡെസിമൽ. ഒക്ടലിന് എന്തിലോട്ട് മാറ്റാനാണ് പറഞ്ഞേക്കുന്നത്? ഹെക്സാഡെസിമലിലോട്ട് മാറ്റാനാണ് പറഞ്ഞേക്കുന്നത്. നേരിട്ട് കൺവേർഷൻ പോസിബിൾ അല്ല. ഒക്ടൽ ടു ഹെക്സാഡെസിമൽ അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ ടു ഒക്ടൽ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ടുള്ള കൺവേർഷൻ പറ്റില്ല. ആദ്യം എന്ത് ചെയ്യാ? ഒക്ടലിനെ ഏതിലോട്ട് മാറ്റാ? നിങ്ങള് ബൈനറിയിലോട്ട് മാറ്റാം. ബൈനറിയിലോട്ട് മാറ്റിയിട്ട് ആ ബൈനറിനെ എന്തിലോട്ട് മാറ്റാ? ഹെക്സയിലോട്ട് മാറ്റാം. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യാ? ഒക്ടലിനെ ബൈനറിയിലോട്ട് മാറ്റാ. എന്നിട്ട് ആ ബൈനറിനെ വേണം എന്ത് ചെയ്യാനായിട്ട്? ഹെക്സയിലോട്ട് മാറ്റാനായിട്ട്. നേരത്തെ എഴുതിയ അതേ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തും? ഒക്ടലിനെ ആദ്യം ബൈനറി ആക്കും. ബൈനറിനെ എന്ത് ചെയ്യും? 4 പേരുടെ ഗ്രൂപ്പ് ആക്കിയിട്ട് ഹെക്സയിലോട്ട് കൺവേർട്ട് ചെയ്യണം ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ, ഇനി ഹെക്സേന ഒക്ടലിലോട്ട് ആക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആദ്യം ഹെക്സേന നമ്മൾ ഇപ്പൊ പഠിച്ച അതേ മെത്തേഡിൽ എന്തിലോട്ട് മാറ്റാ? ബൈനറിയിലോട്ട് മാറ്റാ. ബൈനറിയിലോട്ട് ആക്കി കഴിഞ്ഞാൽ അതേ മെത്തേഡിൽ നമുക്ക് എന്തിലോട്ട് മാറ്റാ? ഒക്ടലിലോട്ട് ആക്കാം. ഈ ഒരു കൺവേർഷനിലും ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ചെയ്യാൻ പറ്റൂല? അത് ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, ആൻഡ് ഇതാണ് നെക്സ്റ്റ് ആണ്. അടുത്തിട്ടോളൂ സാർ. ഇനിയാണ് നമ്മളുടെ റെപ്രസെന്റേഷൻ ഓഫ് ഇന്റിജേഴ്സ്. ഇന്റിജേഴ്സിനെ നമുക്ക് എത്ര രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റൂടാ? എത്ര റെപ്രസെന്റേഷൻ മെത്തേഡ് ഉണ്ട്? 2, 1, എത്ര ഉണ്ട്? 3 മെത്തേഡ്സിലാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഏതൊക്കെയാണ്? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, വൺസ് കോംപ്ലിമെന്റ് ഉണ്ട്, ടൂസ് കോംപ്ലിമെന്റ് ഉണ്ട്. ഈ 3 മെത്തേഡ് എന്താണ്? കണക്റ്റഡ് ആണ്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് അറിയാമെങ്കിൽ നമുക്ക് ആരെ ചെയ്യാം? വൺസ് കോംപ്ലിമെന്റ് ചെയ്യാം. വൺസ് കോംപ്ലിമെന്റ് അറിയാമെങ്കിൽ ആരെ ചെയ്യാൻ പറ്റും? ടൂസ് കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നമ്പർ കൺവേർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് അതായത് റെപ്രസെന്റേഷൻ ഓഫ് ഇന്റിജേഴ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെ 2 ടൈപ്പ് കൺവേർഷൻ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഒരു നമ്പർ തന്നിട്ടുണ്ട്. റെപ്രസെന്റ് +23 ഇൻ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. +23 സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഒരു മെത്തേഡ്, നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഒരു മെത്തേഡ്. രണ്ടിനും ഡിഫറെന്റ് മെത്തേഡ്സ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ 23നെ ബൈനറി 8-ബിറ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. 23 എന്ന് പറയുന്ന ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ആ 23നെ നിങ്ങൾ എന്ത് ചെയ്യുക? ബൈനറി കണ്ടുപിടിക്കുക. 23യുടെ ബൈനറി കണ്ടുപിടിക്കുക. അതിനെന്ത് ചെയ്യുക? 8 ബിറ്റിലോട്ട് മാറ്റാം. അപ്പൊ 23യുടെ ബൈനറി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല? ഒരുപാട് നമ്പർ വരുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ അതിനെ 8 ബിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? കുറച്ച് സീറോസ് ഫ്രണ്ടിലിട്ട് കൊടുക്കുക. ആരിട്ട് കൊടുക്കുക? സീറോസ് ഫ്രണ്ടില് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 8ാമത്തെ ബിറ്റിന് എന്ത് ചെയ്യുക? അവിടെ ഒഴിവാക്കി വെക്കുക. ഓക്കെ, 23 വന്നിട്ടുണ്ടെങ്കിൽ 23നെ നിങ്ങൾ ബൈനറിയിലോട്ട് മാറ്റി. ബൈനറിയിലോട്ട് മാറ്റി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അതിനെ 8 ബിറ്റിലോട്ട് മാറ്റി. ഇപ്പൊ നമുക്ക് 23നെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് വരാ. 10111 ഇങ്ങനെയാണ് വരാ. എന്താ വരാ? 10111 എന്നുള്ള രീതിയിലാണ് നമുക്ക് വരാം. അപ്പൊ ഈ 1011 വന്നു കഴിഞ്ഞതിന് ശേഷം ബാക്കി ആര് കിടക്കുകയാണ്? നമുക്ക് ഇവിടെ 8 ബിറ്റ് ഫോമിലാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. ഇവിടെ എത്രയുള്ളൂ? 1, 2, 3, 4, 5 ഇത്രയും വന്നിട്ടുള്ളൂ. ഇനി ആരെയും കൂടി വേണം? 8 ബിറ്റിനെ കയറ്റണം. അതിനായിട്ട് എന്ത് ചെയ്യാ? 2 പേരെ കൂടി കയറ്റാം. ഇപ്പൊ എത്രയായി? 7 ബിറ്റ് ആയി. ലാസ്റ്റത്തെ ബിറ്റ് ഒഴിവാക്കി വെക്കുക. ലാസ്റ്റത്തെ ബിറ്റ് ആർക്ക് വേണ്ടിയുള്ളതാ? ഈ സൈന് വേണ്ടിയുള്ളതാ. പ്ലസ് ആണോ മൈനസ് ആണോ നോക്കാം. പ്ലസ് ആണെങ്കിൽ എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അതേ സമയത്ത് +23ക്ക് വരെ -23 ആയിരുന്നെങ്കിൽ നമുക്ക് അവിടെ ആരെ കൊടുക്കണം? 1നെ കൊടുക്കണം. ആരെ കൊടുക്കുക? 1നെ കൊടുക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഇതാണ് നമ്മളുടെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ആര് വരുന്നതും? വൺസ് കോംപ്ലിമെന്റ് വരുന്നതും. വൺസ് കോംപ്ലിമെന്റ് പറയുന്നത് എങ്ങനെയാണ്? തന്നേക്കുന്ന നമ്പറിനെ എന്ത് ചെയ്യുക? 8 ബിറ്റ് ഫോമിലോട്ട് മാറ്റാം. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിന്റെ അതേപോലെ തന്നെ 8 ബിറ്റിലോട്ട് മാറ്റാം. ഇനി പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ട? ഒന്നും ചെയ്യണ്ട. അത് തന്നെയാണ് നമ്മളുടെ വൺസ് കോംപ്ലിമെന്റ്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിൽ എന്താണോ കിട്ടുന്നത് അത് തന്നെയാണ് നമ്മളുടെ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ വൺസ് കോംപ്ലിമെന്റിൽ വരുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിൽ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ നമുക്ക് 10111 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? 23യുടെ ബൈനറി നമുക്ക് കിട്ടിയത്. 23നെ ബൈനറി ആക്കിയപ്പോൾ നമുക്ക് കിട്ടിയത്. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്തു? 8 ബിറ്റിലോട്ട് പോകും. അതായത് -23 വരുമ്പോൾ 8 ബിറ്റിലോട്ട് ആക്കണം. അപ്പൊ എന്ത് ചെയ്തു? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിൽ 2 0 ഇട്ടു. അത് കഴിഞ്ഞിട്ട് മൈനസിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? 1 കൊടുത്തു. ഇപ്പൊ 1 2 3 4 5 6 7 8 ബിറ്റ് ഫോം ആയി. ഇനി ഇവിടെ ചെയ്യേണ്ട കേസ് എന്ന് പറയുന്നത് വൺസ് കോംപ്ലിമെന്റിൽ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഈ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിന്റെ സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റെപ്പും കൂടി ആഡ് ഓൺ ആയിട്ട് വരും. എന്താണ്? എവിടെയൊക്കെ 1 ഉണ്ടോ അവരൊക്കെ ആരായിട്ട് മാറ്റാ? 0 ആയിട്ട് മാറ്റാ.
എവിടെയൊക്കെ 0 ഉണ്ടോ അവരൊക്കെ ആരായിട്ട് മാറ്റാം 1 ആയിട്ട് മാറ്റാം. ഓക്കെ, എവിടെയൊക്കെ 1 ഉണ്ടോ അവരൊക്കെ 0 ആയിട്ട് മാറ്റാം. 0 എവിടെ ഉണ്ടോ അതിനൊക്കെ എന്തായിട്ട് മാറ്റാം 1 ആയിട്ട് മാറ്റാം. ക്ലിയർ ആണോടാ? ഓക്കെ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ, അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. എന്ത് ചെയ്തു? 8 ബിറ്റ് ഫോമിലോട്ട് ആക്കി. അതായത് തന്നേക്കുന്ന -23 നമ്മൾ എന്താക്കി? 8 ബിറ്റ് ഫോമിലോട്ട് ആക്കി. നമുക്ക് എന്ത് കിട്ടി? 0 0 1 0 0 1 0 1 1 1 തന്നു. അതിന് എന്തായിട്ട് മാറ്റാം? നേരെ 8 ബിറ്റ് ഫോം. അതായത് നിങ്ങൾക്ക് തന്നേക്കുന്ന 23 ബൈനറി എഴുതാം. അതിനെ 0 തൊട്ട് 8 ബിറ്റ് ഫോം ആക്കാം. 8 ബിറ്റ് ഫോം ആക്കി കഴിഞ്ഞാൽ അവിടെയൊക്കെ 0 ഉണ്ടോ അവിടെയൊക്കെ 1 കൊടുക്കുക. 1 എവിടെയൊക്കെ ഉണ്ടോ അതിനൊക്കെ എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് 0കളെല്ലാം എന്തായിട്ട് മാറി? 1 ആയിട്ട് മാറി. 1കളെല്ലാം എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ, ഇതാണ് നമ്മളുടെ 1's കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. 2's കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രത്യേകിച്ചൊന്നുമില്ല. 1's കോംപ്ലിമെന്റിന്റെ കൂടെ ആരും കൂടി കൂടും. ഒരു 1 കൂടി കൂടിക്കഴിഞ്ഞാൽ 1 കൂടി കൂടിക്കഴിഞ്ഞാൽ 2's കോംപ്ലിമെന്റ് ആയി. അതായത് 2's കോംപ്ലിമെന്റിൽ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ 1's കോംപ്ലിമെന്റ് തന്നെയാണ് 2's കോംപ്ലിമെന്റ്. നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ 1's കോംപ്ലിമെന്റ് എന്താണോ അത് തന്നെയാണ് ആര്? 2's കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. 1's കോംപ്ലിമെന്റ് നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അതേ ആൻസർ തന്നെയായിരിക്കും 2's കോംപ്ലിമെന്റിലും കിട്ടാം. അതേ സമയത്ത് നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? -23 തന്നു, അല്ലെങ്കിൽ -24 25 എനിത്തിങ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ -23 അല്ലെങ്കിൽ -24 നിങ്ങൾക്ക് തരുന്ന നമ്പറിന്റെ ആരെ കണ്ടുപിടിക്കുക? 1's കോംപ്ലിമെന്റ് ആദ്യം കാണാം. ഓക്കെ, 1's കോംപ്ലിമെന്റ് ആദ്യം കണ്ടുപിടിക്കുക. 1's കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാ? 1's കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? ആ കിട്ടിയ 1's കോംപ്ലിമെന്റ്, നമുക്ക് ഇതാ കിട്ടിയത് 1's കോംപ്ലിമെന്റ് ഇതാണ്. -23 1's കോംപ്ലിമെന്റ് ആണ്. അതിന്റെ കൂടെ ആരെ കൂട്ടാ? ഒരു 1നെയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മളുടെ എന്ത്? 2's കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. 1's കോംപ്ലിമെന്റ് കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? 2's കോംപ്ലിമെന്റ് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ, ഇനി ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു കാര്യം മാത്രമാണ്. എന്താണ്? റെപ്രസെന്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. ക്യാരക്ടേഴ്സിനെ എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ അടുത്ത് ഇത് എങ്ങനെ വരാം? ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഇത് ഇത്രയും പോയിന്റ് പഠിച്ചാൽ പോരാ, നമ്മളുടെ മെറ്റീരിയൽ നമ്മുടെ ടെക്സ്റ്റിലൊക്കെ കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും ആസ്കി ഇസ്കി എപ്സിഡിക്കിന്റെ ഒക്കെ ഫുൾ ഫോം ചോദിക്കാം. അല്ലെങ്കിൽ ഇതിന് എന്ത് ചോദിക്കാം? നിങ്ങളോട് പറയാണ് ഇപ്പൊ യൂണിക്കോഡ് തന്നിട്ട് എന്ത് പറയും? യൂണിക്കോഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഒന്ന് ഷോർട്ട് ആയിട്ട് യൂണിക്കോഡ് എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയും. അപ്പൊ അത് എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. എന്താണ് റെപ്രസെന്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്? ക്യാരക്ടേഴ്സിനെ ഓരോ മെമ്മറിയിൽ എങ്ങനെയാണ്, കമ്പ്യൂട്ടർ മെമ്മറിയിൽ എങ്ങനെയാണ് അസൈൻ ചെയ്ത് സേവ് ചെയ്ത് വെച്ചേക്കുന്നത് അതിനെയാണ് നമ്മൾ എന്താ പറയാ? റെപ്രസെന്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയാ. 4 മെത്തേഡ് ഉണ്ട്. ആസ്കി ഉണ്ട്. ആസ്കി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച്. എപ്സിഡിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റെൻഡഡ് ബൈനറി കോഡ് ഡെസിമൽ ഇന്റർചേഞ്ച്. ആൻഡ് ഇസ്കി എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച്. ആൻഡ് യൂണിക്കോഡ് എന്ന് പറയുന്നത് യൂണിക്കോഡ് തന്നെയാണ്, വേറെ സെപ്പറേറ്റ് ഒന്നുമില്ല. ഇനി ആസ്കിയിൽ നമുക്ക് എത്ര ലെറ്റേഴ്സ് വരാൻ പറ്റും? 128 ക്യാരക്ടേഴ്സ് ആണ് മാക്സിമം അതിനുള്ളിൽ വരുള്ളൂ. ആൻഡ് എപ്സിഡിക്ക് വരുമ്പോൾ കുറച്ചും കൂടി കൂടും. ഇത് 7 ബിറ്റ് ഫോം ആണെങ്കിൽ ഇത് എന്തായിട്ട് മാറും? 8 ബിറ്റ് ഫോം ആണ്. അപ്പൊ കുറച്ചും കൂടി കൂടും. എത്രയാവും? 256 ക്യാരക്ടേഴ്സ് വരും. ആൻഡ് എസ്കി വരുന്ന സമയത്ത് എന്താണ്? കുറച്ചും കൂടി ആവും. അതെന്താണ്? 8 ബിറ്റ് ഫോം തന്നെയാണ്. അവിടെ നമുക്ക് ആ സെയിം റെപ്രസെന്റേഷൻ, അതായത് എപ്സിഡിക്കിൽ ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ലാസ്റ്റ് വൺ യൂണിക്കോഡ് എന്ന് പറയും. യൂണിക്കോഡിൽ എന്താണ്? നിങ്ങൾക്ക് വേൾഡ് വൈഡ് ഏതൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടോ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂണിക്കോഡിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. എന്താണത്? 16 ബിറ്റാ വരുന്നത്. എത്ര ലെറ്റേഴ്സ് വരും? 65,536 ക്യാരക്ടേഴ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമ്മളുടെ റെപ്രസെന്റേഷന്റെ ഇതായിട്ട് വരുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ, അപ്പോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്തുണ്ട്? 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ വരും. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്? നമ്പർ കൺവേർഷൻ വരും, അതുപോലെ തന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻ വരും. പിന്നെ ഈ ക്യാരക്ടർ റെപ്രസെന്റേഷന്റെ ഇതിന് എന്ത് ചെയ്യും? ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പറഞ്ഞ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. അപ്പോൾ ഇതിന്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാ? സാറ് കാണിച്ചു തരാം. 1 മാർക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 3 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വരും. 1 മാർക്ക് ക്വസ്റ്റ്യൻ വരും, 2 മാർക്ക് ക്വസ്റ്റ്യൻ വരും, 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് മെയിൻ ആയിട്ട് വരാം. ഓക്കെ, സാറേ ക്വസ്റ്റ്യൻസ് ഒന്ന് കാണിച്ചോളൂ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ദ ബേസ് ഓഫ് എ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എത്രയാണ്? ഓക്കെ, ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഹെക്സാഡെസിമൽ വരുമ്പോൾ എന്താണ് നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത്? എപ്പോഴും എന്തായിരിക്കുള്ളൂ? 16 ആയിരിക്കുള്ളൂ. ഇനി ബൈനറി ചോദിക്കുകയാണ്, നിങ്ങളോട് ബൈനറി ആണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുക?
നമ്മൾ ബൈനറിയുടെ ബേസ് 2 ആണ്. ഒക്ടൽ ആണെങ്കിൽ എന്തായിരിക്കും ബേസ് എന്ന് പറയുന്നത്? 8 ആയിരിക്കും നമ്മളുടെ ബേസ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കേ, ഇതാ റൈറ്റ് ദ മെത്തേഡ് ഓഫ് റെപ്രസെന്റിങ് ക്യാരക്ടേഴ്സ് ഇൻ എ മെമ്മറി. മെമ്മറിയിലേക്ക് ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നിങ്ങളുടെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കണ്ട. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? മെമ്മറിയിലെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്? 4 മെത്തേഡിലാണ് ചെയ്തേക്കുന്നത്. ആരൊക്കെയാണ്? ആസ്കി ഉണ്ട്, ഇസ്കി ഉണ്ട്, എപ്സിഡിക് ഉണ്ട്, യൂണിക്കോഡ് ഉണ്ട്. ആസ്കി എന്ന് പറഞ്ഞാൽ എത്ര ബിറ്റ് ആണ്? 7 ബിറ്റ് ആണ്. ആൻഡ് ഇസ്കി എന്ന് പറയുമ്പോൾ, എപ്സിഡിക് എന്ന് പറയുമ്പോൾ എന്താവും? 8 ബിറ്റ് ആവും. ഇസ്കി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 8 ബിറ്റ് തന്നെയാണ്. യൂണിക്കോഡ് എന്ന് പറയുമ്പോൾ എത്രയായി ബിറ്റായി? 16 ബിറ്റ് ആയി. അതിൽ കുറച്ചുകൂടി കൂടുതൽ ക്യാരക്ടേഴ്സ് കയറാൻ പറ്റും. ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? എഴുതി കൊടുക്കണം. 2 മാർക്സ് ആണെങ്കിൽ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണിച്ചു സാർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഫൈൻഡ് ദ ടൂസ് കോംപ്ലിമെന്റ് ഓഫ്, അതായത് ഒരു നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിന് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്? നേരെ ടൂസ് കോംപ്ലിമെന്റ് കാണാനാണ് പറഞ്ഞേക്കുന്നത്. ടൂസ് കോംപ്ലിമെന്റ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാ? ഇവിടെ കിട്ടിയേക്കുന്നത് എന്താണ്? ബേസ് 2 കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? ഇതിനെന്ത് ചെയ്യാ? ഇന്റർചേഞ്ച് ചെയ്യാം. 1 കോംപ്ലിമെന്റ് ഇന്റർചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ആ ഇന്റർചേഞ്ച് ചെയ്ത് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യും? നേരെ വാല്യൂ കിട്ടും. അതിന്റെ കൂടെ എന്ത് ചെയ്യാ? മാറ്റി +1 ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് വൈ സെഡ് ഓഫ് ദ ഫോളോയിങ്. ഇവിടെ എന്ത് ചെയ്തേക്കെ? എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കൺവേർഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഏത് ടൈപ്പ് ഓഫ് കൺവേർഷൻ ആണെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ നോക്കടാ, ഇവിടെ ബേസ് 2 എന്നുണ്ട്. ഈ എക്സിന്റെ ബേസ് 10 ആണ്. അപ്പൊ ഇത് ഏത് കൺവേർഷനാ? ഡെസിമൽ ടു ബൈനറി ആണോ? ബൈനറി ടു ഡെസിമൽ ആണോ? ഏതാ? ഡെസിമൽ ടു ബൈനറി, ബൈനറി ടു ഡെസിമൽ. ഏതാ വരാ? 1 or 2? ഏതാ ചെയ്യണ്ടേ? സെക്കൻഡ് ആണ്. എന്താണ്? ഫസ്റ്റ് തന്നേക്കുന്നത് നമുക്ക് ബൈനറി ആണ്. ഇവിടെ നമ്മളുടെ അടുത്ത് എന്താ പറയുന്നത്? ബേസ് 10. അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ബൈനറീന ഡെസിമൽ ആക്കാനാണ് ചോദിച്ചേക്കുന്നത്. എന്താ ചോദിച്ചേക്കുന്നത്? ബൈനറീന ഡെസിമൽ ആക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാ? നേരെ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ ചെയ്യാം. ഇനി ഇവിടെ നോക്കിയേ, അടുത്തത് ഇവിടെ 107 ബേസ് 8 കൊടുത്തിട്ടുണ്ട്. ആൻഡ് വൈ ബേസ് എന്ത് കൊടുത്തിട്ടുണ്ട്? 2 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെയാ കൺവേർഷൻ ചെയ്യണ്ടേ? ഇവിടെ നോക്കാം, 8 ഒക്ടലാണ്. ഒക്ടലിൽ ആരായിട്ട് മാറ്റാനാ പറഞ്ഞേക്കുന്നത്? ബൈനറി ആണ്. അപ്പൊ ഇത് എന്ത് കൺവേർഷനാ? ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ നോക്കാം, ഇവിടെ വന്നേക്കുന്നത് ബേസ് 10, ഇവിടെ വന്നേക്കുന്നത് ബേസ് എത്രയാ? 16. ഇപ്പൊ എന്താണ്? ഡെസിമൽ ടു ഡെസിമൽ ടു ആരാണ്? നമ്മളുടെ ഹെക്സാഡെസിമൽ കൺവേർഷൻ ആണ്. ആരാണ്? ഡെസിമൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ആണ് ചോദിച്ചേക്കുന്നത്. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ എങ്ങനെ മനസ്സിലാക്കുന്നത്? ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ സാർ. ഇതൊരു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളോട് എന്താ ചോദിച്ചേക്കുന്നത്? റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് JPG എന്ന് പറഞ്ഞിട്ടുണ്ട്. JPGയുടെ ഫുൾ ഫോം, JPGയുടെ ഇമേജ് ഫോർമാറ്റിന്റെ PNGയുടെ ഒക്കെ ഫുൾ ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ലേടാ? ഓർമ്മയില്ലേ? ആ സാധനങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവണോട്ടാ. എന്താണ് JPG, എന്താണ് PNG, ഇതിന്റെയൊക്കെ ഫുൾ ഫോമും കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവണം. അത് ചോദിക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളോട് പറഞ്ഞേക്കുന്നത് എക്സ്പ്ലെയിൻ വൈ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കൺസിഡർ ആസ് ദ ബെസ്റ്റ് ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസിംഗ് മെഷീൻ. കമ്പ്യൂട്ടറിനെ എന്തുകൊണ്ടാണ് ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസിംഗ് മെഷീൻ ആയിട്ട് യൂസ് ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? അതിന്റെ കേസ് നോക്കാം. ഒരു കമ്പ്യൂട്ടർ എന്തിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്? സ്പീഡാണ്, ആക്യുറസി ആണ്, ഇന്റലിജന്റ് ആണ്, വെർസ്റ്റൽ ആണ്. ഈ കേസുകളൊക്കെ എന്ത് ചെയ്യുക? എഴുതി കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഇത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കി, ലിസ്റ്റ് ഡൗൺ ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ ബൈ യൂസിങ് എ ഡയഗ്രാം. എന്താണ് യൂസിങ്? ഡയഗ്രാം യൂസ് ചെയ്ത് പറയാം. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ബ്ലോക്ക് ഡയഗ്രാം ഫുൾ ആയിട്ട് വരയ്ക്കണം. ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, CPU, അതിൻ്റെ ഉള്ളിലുള്ള ALU, രജിസ്റ്റേഴ്സ്, കൺട്രോൾ യൂണിറ്റ്, ആൻഡ് മുകളിലായിട്ട് എന്തുണ്ടാവും? മെമ്മറി യൂണിറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് എന്ത് ചോദിച്ചിട്ടുണ്ട്? റൈറ്റ് ദ അഡ്വാൻറ്റേജ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്താ? അതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് എഴുതി കൊടുക്കുക. അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം, സ്പീഡിൽ ചെയ്യാം, അങ്ങനെയുള്ള അഡ്വാൻസ് ചെയ്താം. ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ, സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഇതില്ല. പിന്നെ മെമ്മറി ആവശ്യമുണ്ട്, സ്പേസ് ആവശ്യമുണ്ട്, എക്സ്പെൻസീവ് ആണ്. അങ്ങനെയുള്ള കേസുകൾ നമുക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എഴുതി കൊടുക്കാം. ഇതൊക്കെയാണ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ സാർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെയും വന്നേക്കാണ്. ഇവിടെയും എന്താണ്? കൺവേർഷൻ ആണ്. കൺവേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലും ഈ ഒരു പാറ്റേണിലായിരിക്കും നിങ്ങൾക്ക് കാണാം. അവിടെ ഇന്ന കൺവേർഷൻ നമ്മൾ പറഞ്ഞു പഠിക്കുന്ന സമയത്ത് ഇന്ന കൺവേർഷൻസ് ഒന്നും പറയില്ല. ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ DA എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അറിയാം എന്താണ്? ഹെക്സാഡെസിമലാണ് തന്നേക്കണേ. അതിനെന്തിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കണേ? നോട്ട് അപ്പുറത്ത് നോക്കാം, ബേസ് കൊടുക്കുന്ന നോക്കാം, 2 ആണ്. അപ്പൊ എന്ത് ചെയ്യുക? ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ആണ്. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആ കോഡ് എഴുതി കൺവേർട്ട് ചെയ്താൽ മതി. ആൻഡ് ഇവിടെ നോക്കാം, നെക്സ്റ്റ് എന്താണ്? ഡെസിമൽ ടു ആരാണ്? ഒക്ടൽ ആണ്. ബേസ് 8 ആണ് കൊടുത്തത്. അപ്പൊ എന്ത് ചെയ്യുക? ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ. ആ ഒരു കൺവേർഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യാം. ക്ലിയർ അല്ലേടാ? കേസുകൾ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നോക്കാം.
ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് നെക്സ്റ്റ് ഇത് റെപ്രസെന്റ് ദ -35 ഇൻ എന്തൊക്കെയാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് കാണിക്കണം, 1's കോംപ്ലിമെന്റ് കാണിക്കണം, 2's കോംപ്ലിമെന്റ് കാണിക്കണം. എത്ര മാർക്സിനാണ് ചോദിച്ചേക്കണേ? 3 മാർക്സിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്ത് ഒരു ഹിന്റും കൂടി തന്നിട്ടുണ്ട്, യൂസ് 8-bit ഫോം ഓഫ് റെപ്രസെന്റേഷൻ, 8-bit ഫോം റെപ്രസെന്റേഷനിൽ കാണിക്കാനാണ് പറയുന്നത്. അങ്ങനെ ഹിന്റ് തരണം എന്നില്ല, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും 8-bit ഫോമിലാക്കിയാലേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ -35ന്റെ എന്ത് നിങ്ങൾ കണ്ടുപിടിക്കണം മക്കളെ, ബൈനറി നമ്പർ കണ്ടുപിടിക്കണം. ആ ബൈനറി നമ്പറിനെ എന്തായിട്ട് മാറ്റണം, 8-bit ആക്കണം. 8-bit ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് കൊണ്ടുപോകാം. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് കൊണ്ടുപോകുമ്പോൾ എന്താണ്, -35 ആണ്. -35 എന്ന് പറയുമ്പോൾ എന്താണ്, 8ാമത്തെ ബിറ്റിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, 1 ഇട്ട് കൊടുക്കാം. ആൻഡ് അതിന്റെ 1's കോംപ്ലിമെന്റ് വേണം. എന്താണ്, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിന്റെ ആ ഒരു സംഭവം കട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 1's കോംപ്ലിമെന്റ് നമുക്ക് കൊടുക്കാം. 1's കോംപ്ലിമെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2's കോംപ്ലിമെന്റ് വരുന്ന സമയത്ത് എന്താക്കാം, ആ ഒരു കൂടെ ഒരു 1 കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, 2's കോംപ്ലിമെന്റ് ആക്കാം. ജസ്റ്റ് ആ ഒരു കൺവേർഷൻ മാത്രം നോക്കാം. ഓക്കെ, പോസിറ്റീവ് ആണെങ്കിൽ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് അതിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബൈനറിയിലോട്ടും, പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് 1's കോംപ്ലിമെന്റ് കൊണ്ടുപോകാം. നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യാം, സീറോസിനൊക്കെ 1 ആക്കാം, 1നെയൊക്കെ 0 ആക്കാം. ആൻഡ് 2's കോംപ്ലിമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു 0നെ 1 ആക്കിയതിനും 1നെ 0 ആക്കി മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യുക, അതിന്റെ കൂടെ ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ, നെക്സ്റ്റ് ഇട്ടു സാർ പോയിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. CPU ഹാസ് 3 കമ്പോണൻസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഓപ്ഷൻ? CPU-ന് 3 കമ്പോണൻസ് ആണുള്ളത്, ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് കറക്റ്റ്? A ആണോ, B ആണോ, ആൻഡ് C ഓർ D? ഏതാ വരാ കറക്റ്റ് ആയിട്ട്? CPU-ന് ഏതാ കമ്പോണൻസ് ഉള്ളത്? ALU ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, രജിസ്റ്റേഴ്സ് ഉണ്ട്. 3 യൂണിറ്റ്സ് ആണുള്ളത്. അപ്പൊ ഏതാ വരാ? ഓപ്ഷൻ C ആണ് വരാ, ALU, കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്റർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പിന്നെ ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് തന്നെയാണ്, ഇതിൽ 8-bit ഫോമിലോട്ടുള്ള കൺവേർഷനും കാര്യങ്ങളാണ് എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, കൺവേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് എന്ത് ചെയ്യാ, നോക്കിയേക്കാം. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേടാ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിലോട്ട് പോവാം സാർ. നെക്സ്റ്റ് ചാപ്റ്റർ കേട്ടോ. അടുത്ത ചാപ്റ്റർ ഉണ്ട് മെയിൻ ആയിട്ട് വെയിറ്റേജ് എന്ന് പറയുന്നത്, കുറച്ചധികം വെയിറ്റേജ് ഉണ്ട്. ഇതിനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, 11 മാർക്സാ. ഓക്കെ, 11 മാർക്സ് ആണ് ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ചാപ്റ്റർ പഠിച്ചില്ലെങ്കിൽ അത്യാവശ്യം പോകും. മൊത്തം തിയറിയാണ്, കുറെ നമുക്ക് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് നമ്മളുടെ സോഫ്റ്റ്വെയർ പാർട്ട്, ഹാർഡ്വെയർ പാർട്ട്, ഏതൊക്കെയാണ് ഹാർഡ്വെയർസ്, സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ്, എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ കൂടുതലായിട്ടും വരുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം സാർ. നെക്സ്റ്റ് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മളുടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഹാർഡ്വെയർസ് ഏതൊക്കെയുണ്ടെന്ന് നോക്കാം. ഹാർഡ്വെയർസ് ഏതൊക്കെയുണ്ടാ നമുക്ക് വരുമ്പോൾ പ്രോസസർ ഉണ്ട്, മദർ ബോർഡ് ഉണ്ട്, പെരിഫറൽ ബോർഡ്സ് ഉണ്ട്, മെമ്മറി ഉണ്ട്, ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്. ഇത്രയും ഹാർഡ്വെയർസ് പാർട്സ് ആണ് നമുക്ക് വരുന്നത്. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും, മെറ്റീരിയലിന്റെ നോട്ടിലൊക്കെ ഉണ്ടാവും. അത് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. എന്താണ് പ്രോസസർ, എന്താണ് മദർ ബോർഡ്, എന്താണ് പെരിഫറൽ പോർട്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ മെമ്മറി ഏതാണ്, ഇൻപുട്ട് ഡിവൈസ് ഏതാണ്, ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്, ഈ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വരും. ഓക്കെ, ഇപ്പൊ പ്രോസസർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ കമ്പ്യൂട്ടിംഗ് ഡിസിഷൻ മേക്കിംഗ് ഓപ്പറേഷൻസ് ആൻഡ് കോർഡിനേറ്റിംഗ് ദ വർക്കിംഗ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ വർക്കിങ്ങിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ആരാണ്? പ്രോസസർ ആണ്. പ്രോസസറിന്റെ ഉള്ളിൽ 3 പാർട്സ് ഉണ്ട്. ആ പാർട്സ് ആണ് നമ്മളുടെ ആരൊക്കെ? ALU, കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്റർ. നേരത്തെ തൊട്ട് മുമ്പ് പഠിച്ച ആ ബ്ലോക്ക് ഡയഗ്രത്തിലെ സാധനം. ആ സാധനം ചോദിക്കുന്നത് എവിടെ? സെക്കൻഡ് ചാപ്റ്ററില. ഇത് ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. എന്താണ് ALU, എന്താണ് കൺട്രോൾ യൂണിറ്റ്, എന്താണ് രജിസ്റ്റർ എന്നുള്ളത് ചോദിക്കും. ALU എന്ന് പറഞ്ഞാൽ എന്താണ്? അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. ആൻഡ് CU എന്ന് പറഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ്. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞത് എന്താണ്? കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ പെട്ടെന്ന് സ്പീഡായിട്ട് സ്റ്റോറേജ് ഒക്കെ ചെയ്യാനും എക്സിക്യൂഷൻ കാര്യം, ഓരോ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ഒക്കെ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ രജിസ്റ്റേഴ്സിനെ പിന്നെയും സബായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. രജിസ്റ്റേഴ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇൻസൈഡിൽ. ആരൊക്കെയാണ്? അക്യുമുലേറ്റർ ഉണ്ട്, MAR ഉണ്ട്, മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഉണ്ട്, മെമ്മറി ബഫർ രജിസ്റ്റർ ഉണ്ട്, ആൻഡ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഉണ്ട്, പ്രോഗ്രാം കൗണ്ടർ ഉണ്ട്. ഇത്രയും ആളുകളുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് ആരായിരിക്കും? രജിസ്റ്റേഴ്സ്, അതായത് ഇമ്പോർട്ടന്റ് രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ആരൊക്കെ എഴുതേണ്ട വരും? അക്യുമുലേറ്റർ ഉണ്ട്, MAR ഉണ്ട്, MBR ഉണ്ട്, അതുപോലെ തന്നെ IR ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്? PC ഉണ്ട്. ഇത്രയും ആളുകളാണ് നമുക്കുള്ളത്. ഇവരെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആരാ? മദർ ബോർഡ് ആണ്. മദർ ബോർഡ് ജസ്റ്റ് വായിച്ചു നോക്കാം. മദർ ബോർഡ് എന്താണ്? പ്രോസസറും കാര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് അസംബിൾ ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ അതിന് പറയാ മദർ ബോർഡ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്നുള്ളതാണ് പെരിഫറൽ പോർട്സ്. പെരിഫറൽ പോർട്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. 2 കാര്യങ്ങളുണ്ട്, പെരിഫറൽസും ഉണ്ട്, പോർട്സ് ഉണ്ട്. പെരിഫറൽസ് എന്ന് പറയുന്നത്
പെരിഫറൽസ് ആർ ഡിവൈസ് കണക്റ്റഡ് ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസിനെയും എന്ത് പറയും? പെരിഫറൽ എന്ന് പറയും. നിങ്ങൾ CPU-ലോട്ട് നോക്കിക്കഴിഞ്ഞാൽ CPU-ലോട്ടാണ് ആരെ കണക്ട് ചെയ്യുന്നത്? മോണിറ്റർ, കീബോർഡ്, മൗസ്, ആ കാര്യങ്ങളെല്ലാം CPU-ലോട്ട് കണക്ട് ചെയ്തേക്കുന്നത്. ഈ കണക്ട് ചെയ്തേക്കുന്ന ഈ മോണിറ്ററിനെയും അതുപോലെ തന്നെ കീബോർഡിനെയും മൗസിനെയും ഇവരൊക്കെ വിളിക്കുന്ന പേരാണ് എന്ത്? പെരിഫറൽസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പോർട്സ് ആണ്. പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു CPU എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറെ പോർട്സ് കാണാൻ പറ്റും, കുറെ ഹോൾസും കാര്യങ്ങളും കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാൻ പറ്റും. അവരെയാണ് നമ്മൾ എന്ത് പറയാ? പോർട്സ് എന്ന് പറയുന്നത്. പോർട്സ് ആരൊക്കെ ഉണ്ട്? പല ടൈപ്പ് ഉണ്ട്. സീരിയൽ ഉണ്ട്, പാരലൽ പോർട്സ് ഉണ്ട്, അതുപോലെ തന്നെ USB ഉണ്ട്, LAN ഉണ്ട്, PS2 ഉണ്ട്, ഓഡിയോ ഉണ്ട്, VG ഉണ്ട്, HDMI ഉണ്ട്. എക്സാമ്പിൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണെന്നുള്ളത്. പോർട്സ് എന്താന്ന് മാത്രം പോരാ, അത് ഏതൊക്കെ പോർട്സ് ആണ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം മക്കളെ? അറിഞ്ഞിരിക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മളുടെ പോർട്സ് ഏതൊക്കെയായിരുന്നു? സീരിയൽ പോർട്ട്. സീരിയൽ പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? സീരിയൽ പോർട്സ് ട്രാൻസ്മിറ്റ് ഡാറ്റ 1 bit at a time. ഇനി പാരലൽ പോർട്ട് എന്ന് പറയുന്നത് പാരലൽ പോർട്ട് കാൻ ട്രാൻസ്ഫർ സെവറൽ ബിറ്റ്സ് ഡാറ്റ അറ്റ് എ ടൈം. സീരിയൽ പോർട്ടിൽ ഒറ്റ ഡാറ്റയെ പോകുന്നുള്ളെങ്കിൽ പാരലൽ പോർട്സിൽ എന്ത് ചെയ്യാം? ഒരുപാട് ഡാറ്റാസ് അയക്കാൻ പറ്റും. ആൻഡ് USB-യുടെ ഫുൾ ഫോം അറിഞ്ഞിരിക്കുക. USB-യുടെ ഫുൾ ഫോം എന്താണ്? യൂണിവേഴ്സൽ സീരിയൽ ബസ്. ഓക്കെ, യൂണിവേഴ്സൽ സീരിയൽ ബസ് USB-യുടെ ഫുൾ ഫോം ചോദിക്കാം. ഓക്കെ, അപ്പൊ USB-യുടെ ഫുൾ ഫോം ഒന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, USB എന്താണ്? നമുക്ക് ഹൈ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഡിവൈസുകൾക്ക് ഡാറ്റ എളുപ്പത്തിൽ സ്പീഡിൽ ട്രാൻസ്ഫർ ചെയ്യാനും വീഡിയോസും കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ആളാണ് എന്ത്? USB എന്ന് പറയുന്നത്. അതായത് കീബോർഡ്, മൗസ്, പ്രിന്റർ, സ്കാനർ ഇതെല്ലാം എന്താണ്? USB ത്രൂ ആണ് നമുക്ക് കണക്ട് ചെയ്യാം. അതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. എന്താണ്? ഇലക്ട്രിക് പവർ അതിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യും, ഡാറ്റ മറ്റേ ടൈം ട്രാൻസ്ഫർ ചെയ്യും. ഇനി ഇത് നമുക്ക് ഒരു ഡിവൈസ് കണക്റ്റഡ് വർക്കിംഗ് ആണെങ്കിൽ പോലും എന്ത് ചെയ്യാം? എളുപ്പത്തിൽ എന്ത് ചെയ്യാം? അതിനെ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് LAN പോർട്സ് ആണ്, അല്ലെങ്കിൽ എതർനെറ്റ് പോർട്സ്. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു എതർനെറ്റ് കേബിൾ കണക്ട് ചെയ്യാൻ ടൈപ്പ് പോർട്സുകൾ കാണാൻ പറ്റും. അവിടെ എന്തിനു വേണ്ടിയാണ്? നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആര് യൂസ് ചെയ്യുക? LAN പോർട്സ് യൂസ് ചെയ്യുക. അതിന്റെ യൂസർ ആയിരുന്നു RJ45 കണക്ടർ ഈസ് യൂസ്ഡ്. അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി RJ45 എന്ന് പറഞ്ഞൊരു കണക്ടറാണ് നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? PS2 പോർട്ട് ആണ്. അവിടെ എന്തിനാണ്? യൂസ്ഡ് ടു കണക്ട് കീബോർഡ് ആൻഡ് മൗസ്. അതായത് പഴയ ടൈപ്പ് ഒരു സ്റ്റിക്ക് പോലത്തെ കണക്ഷൻ വരുന്നത്, അതിനെയാണ് PS2 പോർട്സ് എന്ന് പറയുന്നത്. പഴയ മോഡലിലൊക്കെയാണ് അത് കണക്ട് ചെയ്യുക. പിന്നെ ആരുണ്ട്? ഓഡിയോ പോർട്സ് ഉണ്ട്. അതുപോലെ തന്നെ VGA കണക്ട് ചെയ്യാനായിട്ട് VGA-യുടെ പോർട്സ് ഉണ്ട്. VGA-യുടെ ഫുൾ ഫോം എന്താണ്? വീഡിയോ ഗ്രാഫിക് അറേ. അതാണ് VGA-യുടെ ഫുൾ ഫോം. അത് പറഞ്ഞിരിക്കുക. USB-യും VGA-യും ഇതിന്റെ രണ്ടിന്റെയും ഫുൾ ഫോംസ് പഠിച്ചു വെച്ചേക്കാം. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മെമ്മറി ആണ്. മെമ്മറി നമുക്ക് എന്തുണ്ടാ? രണ്ട് ടൈപ്സ് ഓഫ് മെമ്മറി ഉണ്ട്. ആരൊക്കെ ഉണ്ട്? പ്രൈമറി ആൻഡ് സെക്കൻഡറി മെമ്മറി ഉണ്ട്. രണ്ട് ടൈപ്സ് ഓഫ് മെമ്മറി ഉണ്ട്. പ്രൈമറി മെമ്മറി ഉണ്ട് ആൻഡ് സെക്കൻഡറി മെമ്മറി ഉണ്ട്. പ്രൈമറി മെമ്മറി എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? Primary memory is used to store data and application temporarily while the computer is running. കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാനുള്ള പ്രോഗ്രാംസും അതിന്റെ സോഫ്റ്റ്വെയർ റൺ ചെയ്യാനുള്ള പ്രോഗ്രാംസ് ഒക്കെ താൽക്കാലികമായിട്ട് വെച്ചേക്കുന്ന സ്ഥലമാണ് എന്ത്? പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. പ്രൈമറി മെമ്മറിയിലെ ഡാറ്റ എന്താണ്? ടെമ്പററി ആണ്. അതെന്താണ്? ആ ഫോൺ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ, യൂസ് ചെയ്യുന്ന ഡിവൈസ് സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ എൻറ്റയർ മെമ്മറി വൈപ്പായി പോകും. അതേ സമയത്ത് ഇവിടെ ആരാണ്? സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ആരാണ്? നിങ്ങളുടെ ഫോണിന്റെ ഒക്കെ ഇന്റേണൽ സ്റ്റോറേജ് ഒക്കെ പോലെ അതെന്താണ്? ഫിക്സഡ് ആണ്. അവര് തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. പ്രൈമറി മെമ്മറി 3 ആളുകളാണുള്ളത്. റാം ഉണ്ട്, റോം ഉണ്ട്, കേച്ച് ഉണ്ട്. ഓക്കെ, 3 മെമ്മറികളാണുള്ളത്. ഓക്കെ, ആൻഡ് റാം എന്ന് പറഞ്ഞ എന്താണ്? റോം എന്താണ്? ക്യാഷ് എന്താണ്? ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ടുണ്ടാവണം. റാം മെമ്മറി, റോമും കേഷൊക്കെ എന്ത് ചെയ്യണം? അറിഞ്ഞിട്ടുണ്ടാവണം. അതുപോലെ തന്നെ റാമിന്റെയും റോമിന്റെയും കമ്പാരിസൺ ഇമ്പോർട്ടന്റ് ആണ്. വേറെ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഇതെന്തായാലും ചോദിച്ചിട്ടുണ്ടാവും. റാമും റോമും തമ്മിലുള്ള കമ്പാരിസൺ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. റാം എന്ന് പറയുന്നത് എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി. ആൻഡ് റോം എന്ന് പറഞ്ഞ എന്താണ്? റീഡ് ഓൺലി മെമ്മറി. റാം എന്താണ്? ഫാസ്റ്റർ ദാൻ റോം ആണ്. ഇവിടെ എന്താണ്? സ്ലോവർ മെമ്മറി ആണ്. റാമും റോമും നിങ്ങൾക്ക് മാറിപ്പോകുന്നുണ്ടെങ്കിൽ റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക 8 GB റാം സൈസ് നിങ്ങളുടെ ഡിവൈസിലൊക്കെ ഉണ്ടാകുന്നത്. സ്പീഡ് കൂടിയതാണ്. റാം കൂടുന്നതനുസരിച്ച് നമ്മുടെ ഫോണിന്റെ സ്പീഡ് കൂടും. ആൻഡ് റോം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫയൽസ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തിനാണ് നമ്മൾ റോം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? സ്റ്റോർ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് റാം. ആൻഡ് ഇവിടെ കമ്പ്യൂട്ടറിലെ എൻ്റെ ഡാറ്റ എന്ത് ചെയ്യണം? ഫിക്സഡ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് റോം എന്ന് പറയുന്നത്. ഇവിടെ റീഡിങ്ങും റൈറ്റിങ്ങും പഠിക്കും. റീഡിങ്ങും റൈറ്റിംഗ് എന്ന് പറയുന്നതാണ് ആ ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യാനും അതിനെ ഉപയോഗിക്കാനും യൂസ് ചെയ്യാനും അതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താനൊക്കെ ആർക്ക് പറ്റും? റാമിന് പറ്റും. റോമിന് എന്ത് മാത്രമേ പറ്റുള്ളൂ? ഫയൽസിനെ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? റോമിന് പറ്റുള്ളൂ. അതിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുത്താൻ റോമിന് ആക്സസ് ഇല്ല, റാമിന് മാത്രമേ ആക്സസ് ഉള്ളൂ. ഇതെന്താണ്? വോളട്ടൈൽ ആണ്. ഇതെന്താണ്? നോൺ വോളട്ടൈൽ ആണ്. അതായത് നമ്മൾ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ഇവിടെ വൈപ്പായി പോകും. ഇവിടെ ഡാറ്റ എന്തായി പോവില്ല?
വൈപ്പായി പോവില്ല. ഇനി റോം പഠിക്കുന്ന സമയത്ത് നമുക്ക് 3 ടൈപ്സ് ഓഫ് റോംസ് ഉണ്ട്. ആ റോംസ് പഠിച്ചു വെക്കുക. ആരൊക്കെയാണ്? പ്രോം ഉണ്ട്, EEPROM ഉണ്ട്, EEPROM ഉണ്ട്. അതിന്റെ ഫുൾ ഫോമും പഠിച്ചു വെച്ചേക്കാം. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഈ ഒരു ടോപ്പിക് എന്താണ്? വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇത് കറക്റ്റ് ആയിട്ട് നോക്കണം. ഇത് നോക്കാതെ പോകരുത്. ഇതിന്റെ ഫുൾ ഫോമും സാധനം നോക്കാതെ പോകരുത്. ആ ചോദ്യം വരും. ഓക്കെ, നെക്സ്റ്റ് വൺ കേച്ച് ആണ്. കേച്ച് എന്ന് പറയുന്നത് എന്താണ്? റാമിനും റോമിനും എല്ലാം സ്പീഡ് കൂടി ഒരു മെമ്മറിയാണ് കേച്ച് എന്ന് പറയുന്നത്. ഓക്കെ, കേച്ച് മെമ്മറി ഇസ് എ സ്മോൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ ദ പ്രൊസസർ ആൻഡ് റാം. പ്രൊസസറിനും റാമിനും ഇടയിലായിട്ട് നിൽക്കുന്നത്. ഫ്രീക്വൻലി ആക്സസ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആർ സ്റ്റോർഡ് ഇൻ എ കേജ്. അതായത് നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത കാര്യങ്ങളെല്ലാം എവിടെ ഇരിക്കുക? കേജിലാണ് പോയിരിക്കുക. അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ അതിനെ ക്ലിയർ ചെയ്യാം. നമുക്ക് അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് തന്നെ യൂസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നത് ഈ ഒരു മെമ്മറിയാണ് നമ്മളെ സഹായിക്കുന്നത്. ഫാസ്റ്റർ ദാൻ റാമാണ്. അതുപോലെ തന്നെ എന്താണ്? മോസ്റ്റ് എക്സ്പെൻസീവ് ആണ്, കൂടുതൽ എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ സൈസ് എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കണം ഓരോ ഡിവൈസിനും. കാരണം എന്തുകൊണ്ടാണ്? ഇത് എക്സ്പെൻസീവ് ആണ്. ഇതിന്റെ നിന്ന് സൈസ് കുറവായിരിക്കും. ഇത് സൈസ് കൂടുന്നതനുസരിച്ച് എന്താണ്? ഡിവൈസിന്റെ സ്പീഡും കൂടും. അതിന്റെ വർക്ക് ചെയ്യാനുള്ള സ്പീഡും കാര്യങ്ങളും എന്താണ്? കൂടും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആരാണ്? സെക്കൻഡറി മെമ്മറി ആണ്. സെക്കൻഡറി മെമ്മറിയുടെ വേറെ പേരാണ് എന്ത്? ഓക്സിലറി മെമ്മറി. അത് ഇതിന് വേണ്ടിയിട്ടാണ് ലാർജ് ഡാറ്റാസ് ഒക്കെ, വലിയ രീതിയിലുള്ള ഡാറ്റാസ് ഒക്കെ ഫിക്സഡ് ആയിട്ട് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. ആരൊക്കെയാണ് സെക്കൻഡറി മെമ്മറിയുടെ ഓപ്ഷൻസ് വരുന്നത്? നമ്മളുടെ ഹാർഡ് ഡിസ്ക് ഒരു എക്സാമ്പിൾ ആണ്, SSD എക്സാമ്പിൾ ആണ്, SD കാർഡ് എക്സാമ്പിൾ ആണ്, USB പെൻഡ്രൈവ്സ് എക്സാമ്പിൾ ആണ്, DVD CD ഈ കാര്യങ്ങളൊക്കെ എന്താണ്? ഈ ഒരു സെക്കൻഡറി മെമ്മറിക്ക് എന്താണ്? എക്സാമ്പിൾ ആണ്. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക? ഈ ഒരു ടേബിള് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ടേബിൾ എന്ത് ചെയ്യണം മക്കളെ? മനസ്സിലാക്കി വെക്കുക എന്താണെന്നുള്ളത്. ആരാണ് ഏറ്റവും സ്പീഡ് ആയിട്ടുള്ളത്? ഏറ്റവും സ്പീഡ് ആയിട്ടുള്ള ആരാണ്? രജിസ്റ്റർ ആണ്. ഓക്കെ, രജിസ്റ്റേഴ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഫാസ്റ്റസ്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ മോർ ഫാസ്റ്റ്, അതായത് കേസ് കുറച്ചും കൂടി ഫാസ്റ്റ് ആണ്. റാമിനേലും ഹാർഡ് ഡിസ്ക് വെച്ച് നോക്കുമ്പോൾ റോമിനേലും റാം കുറച്ചും കൂടി സ്പീഡാണ്. ഇനി ഒരു കാര്യം അറിയേണ്ടത്, എത്രത്തോളം സ്പീഡ് കൂടുന്നോ അതിൻ്റെയൊക്കെ എന്ത് ചെയ്യും? പ്രൈസും അത്രത്തോളം കൂടും. അപ്പൊ രജിസ്റ്റേഴ്സിന് എന്തായിരിക്കും? ഹൈ പ്രൈസ് ആയിരിക്കും. ഇനി കേസ് വരുമ്പോൾ എന്താണ്? വെരി ഹൈ ആയി. റാം വരുമ്പോൾ ഹൈ ആയി. അതിന് ഹാർഡ് ഡിസ്ക് വരുമ്പോൾ എന്താണ്? കമ്പാരിറ്റീവ്ലി എന്താണ്? ലോ പ്രൈസ് ആണ്. ആൻഡ് വോളട്ടൈൽ എന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ, വോളട്ടൈൽ എന്ന് പറയുന്നത് അവിടെ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി ഫിക്സഡ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന എവിടെ മാത്രമാണ്? റോമിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? മെമ്മറി ഫിക്സഡ്. ബാക്കി എല്ലാത്തിലും എന്താണ്? ടെമ്പററി ആണ്. ഡാറ്റ വൈപ്പായി പോകും. ഓക്കെ, ഈ ഒരു കണ്ടീഷനിൽ ഇത് എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കാം. ഇതിനെ കുറിച്ചൊക്കെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് എൻ്റെ കാര്യത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരാളാണ് E-Waste. E-Waste എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും. നിർബന്ധമായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ES കുറിച്ച് പറയുന്നുണ്ടാവും. നമ്മൾ E-Waste വലിയ സംഭവമില്ല, വിട്ട് കളയും. ആ സംഭവത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുക? വായിച്ച് മനസ്സിലാക്കി വെക്കുക. അതിനെക്കുറിച്ച് നമുക്ക് ഷോർട്ട് ആൻസർ ആയിട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എഴുതാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പോൾ E-Waste എന്ന് പറയുന്നത് ഇലക്ട്രോണിക് വേസ്റ്റ് എന്നാണ് നമ്മൾ പറയാ. നമ്മൾ യൂസ് ചെയ്യാതെ കളയുന്ന സാധനങ്ങൾ നമ്മൾ E-Waste എന്ന് പറയാം. അതിന്റെ ഡിസ്പോസൽ മെത്തേഡ് ഈ സാധനം വെച്ചിട്ടോ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഈ പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്യുക. E-Wasteന്റെ ഡിസ്പോസൽ മെത്തേഡ് എന്താണ്? 4 മെത്തേഡ്സ് ആണ് ഉള്ളത്. റീയൂസ് ഉണ്ട്, ഇൻസിനറേഷൻ ഉണ്ട്, റീസൈക്ലിംഗ് ഉണ്ട്, ലാൻഡ് ഫില്ലിംഗ് ഉണ്ട്. റീയൂസ് എന്ന് പറയുന്നത് വീണ്ടും ശരിയാക്കി ഉപയോഗിക്കുക. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ടെമ്പറേച്ചറിൽ കത്തിച്ച് കളയാം. റീസൈക്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്? അതിനെ വീണ്ടും എന്ത് ചെയ്യാണ്? ഓരോ കാര്യങ്ങളിലോട്ട് കൺവേർട്ട് ചെയ്ത് പുതിയ സാധനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ലാൻഡ് ഫില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴി കുത്തി മൂടുന്നു. ഈ 4 മെത്തേഡ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുക? ഡിസ്പോസലിനുള്ളത്. ആൻഡ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ E-Wasteനെ കുറിച്ച് എന്ത് ചെയ്യേണ്ടത്? കൺസിഡർ ആവേണ്ടത്? എന്തുകൊണ്ടാ? ഇതില് ലെഡ് മെർക്കറി പോലുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തുണ്ട്? ഈ മദർ ബോർഡിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സാധനം നമ്മളുടെ ഭൂമിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് ആ ഒരു ടോക്സിക് മെറ്റീരിയൽസ് ഉള്ളതിന്റെ പേരിലും പിന്നെ ഇതെന്താണ് പെട്ടെന്ന് നമുക്ക് ഡിസ്പോസ് ചെയ്ത് കളയാൻ പറ്റാത്തതിന്റെ പേരിലും മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെക്കുറിച്ച് കൂടുതൽ കൺസേൺ ആവണത്. അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് റൂൾസ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആ ഒരു കേസുകൾ എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. ഓക്കെ, E-Wasteനെ കുറിച്ചൊരു ചോദ്യം വരും. ഓക്കെ, നിർബന്ധമായിട്ടും E-Wasteനെ കുറിച്ച് പഠിച്ചു വെച്ചേക്കാം. പിന്നെ നമുക്ക് ഇതിലുള്ള ഹാർഡ്വെയറിന്റെ ടോപ്പിക് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ആരെയാണ്? സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ ടോപ്പിക്സിൽ വരുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോഫ്റ്റ്വെയറിൽ വരുന്ന ഒരു സാധനമാണ് നമുക്ക് എന്ത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഏതൊരു ഡിവൈസിൽ എന്തുണ്ട്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. OS ഇല്ലാണ്ട് ഒന്നും വർക്ക് ചെയ്യില്ല. ഓക്കെ, ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം ദാറ്റ് ആക്ട് ആസ് എ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ഹാർഡ്വെയർ. കമ്പ്യൂട്ടർ ഹാർഡ്വെയറും യൂസറും തമ്മിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഹാർഡ്വെയറിന് മനസ്സിലാവുന്ന രീതിയിൽ ആക്കി കൊടുക്കുന്ന ആരാണ്?
ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ അത് വെറുതെ ഒരു ഫോൺ ഇപ്പൊ നമ്മളുടെയൊക്കെ പഴയ സ്വിച്ചിന്റെ ഫോൺ പോലെ ഇരിക്കും, ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇന്റർനെറ്റ് ഇല്ലാത്ത നമ്മളുടെ അവസ്ഥയായിരിക്കും. ആ ഒരു സീനാണ് എന്ത് കമ്പ്യൂട്ടറിന് ആരില്ലാത്തുള്ളത്, OS ഇല്ലാത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇനി മോർ ഫംഗ്ഷൻസ് ഓൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് എന്തൊക്കെ ഫംഗ്ഷൻസ് ഉണ്ട്? പ്രോസസ് മാനേജ്മെന്റ് ഉണ്ട്, മെമ്മറി മാനേജ്മെന്റ് ഉണ്ട്, ഫയൽ മാനേജ്മെന്റ് ഉണ്ട്, ഡിവൈസ് മാനേജ്മെന്റ് ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്തുണ്ട്? കമ്പ്യൂട്ടറിന് ഒരു ലാംഗ്വേജ് ഉണ്ട്. ഓക്കെ, കമ്പ്യൂട്ടറിന് 2 ടൈപ്സ് ഓഫ് ലാംഗ്വേജ് ആണുള്ളത്. ഒന്ന് ലോ ലെവൽ ലാംഗ്വേജും പിന്നെ ഒന്ന് ഹൈ ലെവൽ ലാംഗ്വേജും. ഓക്കെ, ലോ ലെവൽ ലാംഗ്വേജിൽ വരുന്ന ആളുകളാണ് മെഷീൻ ലാംഗ്വേജ്. അതായത് നമ്മളുടെ 0ഉം 1ഉം പോലുള്ള ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ്. ആൻഡ് നെക്സ്റ്റ് വൺ അസംബ്ലി ലാംഗ്വേജ് ഉണ്ട്. അത് കുറച്ചും കൂടി ഇന്റർമീഡിയറ്റ് ലെവലാണ്. അതായത് ലോ ലെവലിലും ഹൈ ലെവലിലും ഇടയിലായിട്ട് കിടക്കുന്ന ആ ഒരു ലെവൽ ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോ ലെവലിൽ വരുന്നതാണ് മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും. ആൻഡ് നെക്സ്റ്റ് വരുന്നതാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജിൽ വരുന്ന ആരൊക്കെയാണ്? നമ്മളുടെ ഇംഗ്ലീഷ് പോലെ നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ഇത് രണ്ടും ഒന്നും നമുക്ക് വായിച്ച് മനസ്സിലാവുന്ന രീതിയിലായിരിക്കില്ല. ഇത് കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും വരാം. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന C++ എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഒക്കെ. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? മെഷീൻ ലാംഗ്വേജ് ഉണ്ട്, ഹൈ ലെവൽ ലാംഗ്വേജ് ഉണ്ട്. മെഷീൻ ലാംഗ്വേജിൽ ആരൊക്കെ ഉണ്ട്? ലോ ലെവൽ ലാംഗ്വേജ് ഉണ്ട്, ഹൈ ലെവൽ ലാംഗ്വേജ് ഉണ്ട്. ലോ ലെവൽ ലാംഗ്വേജിൽ ആരൊക്കെ ഉണ്ട്? മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും ഉണ്ട്. ഓക്കെ, ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. C++, പൈത്തൺ, ജാവ, അങ്ങനെ കുറെ ലാംഗ്വേജസ് ഉണ്ട്. അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കുന്ന ടൈപ്പ് ലാംഗ്വേജസ് ആണ്. ക്ലിയർ അല്ലാതെ ഇത്? ഓക്കെ അല്ലേ? ഓക്കെ, അതൊന്നും ഓർത്ത് വെച്ചേക്കാം. ആൻഡ് ടൈപ്സ് ഓഫ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഏതൊക്കെയുണ്ട്? ലോ ലെവലില് മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും ഉണ്ട്. പിന്നെ ഹൈ ലെവൽ ലാംഗ്വേജ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിനൊക്കെ എന്ത് ചെയ്യണം? കമ്പ്യൂട്ടറിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഈ സാധനമൊക്കെ കമ്പ്യൂട്ടറിന് ഈ ഒരു രീതിയിൽ മനസ്സിലാക്കണം. അതായത് മെഷീൻ ലാംഗ്വേജിൽ അസംബ്ലി ലാംഗ്വേജിലൊക്കെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത് എന്താണ്? ലോ ലെവൽ ലാംഗ്വേജസ് ആണ്. ഹൈ ലെവൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അതിലോട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 3 ആളുകളാണ് അസംബ്ലർ, ഇന്റർപ്രറ്റർ, കമ്പൈലർ എന്ന് പറയുന്നത്. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് ആക്കാൻ വേണ്ടി ആര് യൂസ് ചെയ്യാം? അസംബ്ലർ യൂസ് ചെയ്യും. ഇന്റർപ്രറ്റർ എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് ആക്കും. കമ്പൈലർ എന്ത് ചെയ്യാം? ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലാംഗ്വേജിലോട്ട് ആക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഇരുന്ന് വരാം, എന്താണ് അപ്പോ ഇന്റർപ്രറ്ററും കമ്പൈലറും തമ്മിലുള്ള ഡിഫറൻസ്? രണ്ടുപേരും ചെയ്യുന്ന സെയിം കാര്യമോ? ഹൈ ലെവലിലെ മെഷീൻ ലാംഗ്വേജിലോട്ട് ആക്കുന്നു. പക്ഷെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റർപ്രറ്റർ ചെയ്യുന്ന എന്താണ്? ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എന്ത് ചെയ്യുക? മെഷീൻ ലാംഗ്വേജിലോട്ട് മാറ്റുക. കമ്പൈലർ എന്താണ്? എൻ്റയർ ഡാറ്റയെ കമ്പൈൽ ചെയ്യാണ്. ഒറ്റയടിക്ക് കൺവേർട്ട് ചെയ്യും. ലൈൻ ബൈ ലൈൻ ഒന്നുമില്ല, ഫുള്ള് കാര്യത്തിൽ എന്ത് ചെയ്യും? ഒറ്റ സിംഗിൾ ഇതിൽ കൺവേർട്ട് ചെയ്യുന്നതാണ് കമ്പൈലർ. ഇന്റർപ്രറ്റർ എന്ത് ചെയ്യും? ലൈൻ ബൈ ലൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ. ആ ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോടാ? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലാസ്റ്റ് വൺ എന്താണ്? ഫ്രീ വെയറും ഷെയർ വെയറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഫ്രീ വെയർ എന്താണ്? ഷെയർ വെയർ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫ്രീ വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചോദിക്കൂട്ടെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫ്രീ വെയറും ഷെയർ വെയറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഫ്രീ വെയർ നമുക്കൊരു സാധനം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, യാതൊരു ചെലവില്ല. അങ്ങനത്തെ സാധനത്തെ നമുക്ക് എന്താ പറയാ? ഫ്രീ വെയർ എന്ന് പറയാം. കോപ്പി റൈറ്റ് സോഫ്റ്റ്വെയർ അവൈലബിൾ ഫ്രീ കോസ്റ്റ് ഫോർ അൺലിമിറ്റഡ് പീരീഡ്. നമുക്ക് എന്താണ്? ഫ്രീ ആയിട്ട് എപ്പോൾ വേണമെങ്കിലും കിട്ടും. പക്ഷെ ഷെയർ വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അതിന് എന്ത് ചെയ്യണം? പൈസ കൊടുത്ത് വാങ്ങിക്കണം. അല്ലെങ്കിൽ ഫ്രീ കിട്ടും എപ്പോൾ മാത്രം? ഒരു ലിമിറ്റഡ് പീരീഡ്, അത് കഴിഞ്ഞ് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. അതിന് എന്താ പറയാ? ഷെയർ വെയർ എന്ന് പറയാം. ആൻഡ് ഓൾ ഫീച്ചേഴ്സ് ആർ ഫ്രീ. ഇവിടെ എല്ലാ കാര്യവും നമുക്ക് ഫ്രീ ആ. ഷെയർ വെയറിൽ എന്താണ്? എല്ലാം ഫ്രീ അല്ല, കുറച്ച് സാധനങ്ങളൊക്കെ ഫ്രീ തരും, കുറച്ചൊക്കെ നമ്മൾ പൈസ വയ്ക്കും. അങ്ങനത്തെ സിറ്റുവേഷൻ. ഇപ്പൊ നിങ്ങൾ തന്നെ യൂട്യൂബിൽ നിങ്ങൾക്ക് ആഡ് ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ പ്രീമിയം ആക്കണം. അപ്പൊ അതെന്താണ്? ഒരു ഷെയർ വെയർ. ഓക്കെ, ഫ്രീ വെയർ അല്ല. അപ്പോൾ ഇത് എന്താണ്? സോഫ്റ്റ്വെയറിന്റെ കേസിലാണ് സോഫ്റ്റ്വെയർസ് ഫ്രീ വെയർ, ഷെയർ വെയർ ആയിട്ട് തിരിച്ചേക്കാം. ഫ്രീ വെയർ പ്രോഗ്രാംസ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഫ്രീ വെയറിലുള്ള എല്ലാ പ്രോഗ്രാംസും നമുക്ക് ഫ്രീ ആയിട്ട് തരും. ഷെയർ വെയറിൽ എന്താണ്? മേ ഓർ മേ നോട്ട് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീലി. ചിലപ്പോൾ ഫ്രീ ആയിട്ട് തരാം, ചിലപ്പോൾ തരാതിരിക്കാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ഉബണ്ടു എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ എൻ്റയർലി ഫ്രീ ആ. ഒരു സാധനത്തിന് ഒരു ചെലവില്ല. പക്ഷെ വിൻഡോസ് സോഫ്റ്റ്വെയർ വരുന്ന സമയത്ത് എന്താണ്? ഫ്രീ ആണ്, പക്ഷെ ചില സാധനങ്ങളൊക്കെ അവിടെ എന്തുണ്ട്? പെയ്ഡ് വരുന്നുണ്ട്. പക്ഷെ ഉബണ്ടുവിൽ ഒന്നിനും നമുക്ക് പെയ്ഡ് വരില്ല, എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. അതാണ് ഫ്രീ വെയർ ഷെയർ വെയർ എന്ന് പറയുന്നത്. ഒരു ഓപ്പൺ ആയിട്ട് നടക്കുന്നത്, അത് കുറച്ചും കൂടി ക്ലോസ്ഡ് ആയിട്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ ഒരു 5 minutes ബ്രേക്ക് എടുത്തോളാം, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം. വീഡിയോ ഓൺ ചെയ്യുക. സർ ക്വസ്റ്റ്യൻസ് പ്ലീസ്. ക്വസ്റ്റ്യൻസ് ഇട്ടോ മറ്റേത്. ഓക്കെ മക്കളെ, കുറച്ച് വീഡിയോ ഓഫ് ഉണ്ടല്ലോ. വീഡിയോ ഓൺ ചെയ്ത് വേഗം വീഡിയോ ഓൺ ചെയ്യൂ. ചടപടെ വീഡിയോ ഓൺ ചെയ്യുക. തിരിച്ചു വരാം. സെക്കൻഡ് ചാപ്റ്റർ.
ഓക്കെ മക്കളെ, ഇനിയും വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവർ വീഡിയോ ഓൺ ചെയ്തേടാ. എടാ സ്പീഡ് കൂടുതലുണ്ടോ? സ്പീഡ് കൂടുതലുണ്ടോ ഗൈസ്? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. എടാ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഇത്രയും പറഞ്ഞു തീർക്കണ്ടേ? ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, പ്ലസ് റിവിഷൻ എടുത്തതാണ്, എക്സാം കഴിഞ്ഞതാണ്, 3-4 തവണ ഇതേ സാധനം പറഞ്ഞു പോയതാ. അപ്പൊ കുറച്ച് സ്പീഡ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇൻ കേസ് സ്പീഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിന്റെ റെക്കോർഡ് ഇപ്പൊ തന്നെ പബ്ലിക്കായിട്ട് കിട്ടും. ജസ്റ്റ് നിങ്ങളത് ഒന്നുകൂടി വാച്ച് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഇത്രയും പോർഷൻസ് തീർക്കണ്ട, ഇപ്പൊ തന്നെ ഇത്ര ആയിട്ടുള്ളൂ. അപ്പൊ ഇത്രയും ചാപ്റ്റർ തീർക്കാൻ വേണ്ടിയിട്ട് നാളെയും കൂടി ഉള്ളൂ. അപ്പൊ നമുക്ക് കുറച്ച് സ്പീഡ് ഉണ്ടാവും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഏതെങ്കിലും പോർഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ രണ്ടാമത് ആ പോർഷൻ കൂടി ഇത് വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ചാപ്റ്ററില നമുക്ക് കമ്പോണൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ട്രൈ ദ ഫുൾ ഫോം ഓഫ് HDMI. HDMI ഫുൾ ഫോം ചോദിക്കാം, BGMIയുടെ ഫുൾ ഫോം ചോദിക്കാം, എന്താണ് ലാൻഡ് ചോദിക്കാം, ലാൻഡിന്റെ ഫുൾ ഫോം ചോദിക്കാം, അല്ലെങ്കിൽ USB-യുടെ ഫുൾ ഫോം ചോദിക്കാം. ഇങ്ങനെ ഏതിന്റെ അതിൽ ഫുൾ ഫോം ഉണ്ടാവും, ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും. ഓക്കെ, ഏതിന്റെ ചോദിക്കും എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇതുപോലെ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഫുൾ ഫോം എന്തുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഫുൾ ഫോംസ് എല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. പിന്നെ അസംബ്ലർ, ഇന്റർപ്രറ്റർ, കമ്പൈലർ, മെഷീൻ ലാംഗ്വേജ്, ലോ ലെവൽ ലാംഗ്വേജ്, ഇങ്ങനെയുള്ള നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ഇതിന് ഏതെങ്കിലും ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അസംബ്ലർ ആണോ ഇന്റർപ്രറ്റർ ആണോ എന്നുള്ള കമ്പാരിസന്റെ കേസ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ എന്തുണ്ടാവും, എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ആ സംഭവം കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. എന്താണ് റാമും റോമും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, റാമും റോമും തമ്മിലുള്ള ഡിഫറൻസ് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. റാം എന്താണ്, വോൾട്ടൈൽ ആണ്. റോം എന്ന് പറയുന്നത് നോൺ വോൾട്ടൈൽ ആണ്. റാം സ്പീഡ് കൂടുതലാണ്, റോം അത്യാവശ്യം സ്പീഡ് ഇല്ല. റാം ഹൈ എക്സ്പെൻസീവ് ആണ്, റോം ലോ എക്സ്പെൻസീവ് ആണ്. ആൻഡ് റാം വരുന്ന സമയത്ത് എന്താണ്, അലൗസ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, റീഡിങ് മാത്രമേ ഉള്ളൂ. ആ ഒരു കമ്പാരിസൺ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. പിന്നെ എന്ത് ചോദിക്കും, EVST ഒരു ക്വസ്റ്റ്യൻ വരും. സാർ നെക്സ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, EVST വരുന്ന ക്വസ്റ്റ്യൻ എന്താണ് വരാ, EVST നമുക്ക് ചിലപ്പോൾ EVST കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ EVST ഡിസ്പോസൽ മെത്തേഡ്സ് എന്താണെന്ന് എഴുതാൻ പറയും. ചിലപ്പോൾ എന്താണ് EVST കുറിച്ച് നിങ്ങൾ എന്താണ് കൺസെന്റ് ആവണതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ വരും. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ഉണ്ടാവും. ഇവിടെ നിങ്ങളോട് എന്താണ് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. എന്താ ചോദിച്ചേക്കുന്നത്, EVST ഡെപ്പോസിറ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ EVST റിമൂവൽ മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഡിസ്പോസൽ അല്ലെങ്കിൽ റിമൂവ് മെത്തേഡ്സ് എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. അതെന്തൊക്കെയാണ്, റീയൂസ് ഉണ്ട്, ഇൻസർമേഷൻ ഉണ്ട്, റീസൈക്ലിംഗ് ഉണ്ട്, ലാൻഡ് ഫില്ലിംഗ് ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് ആ പോയിന്റ്സ് എഴുതി വെച്ചേക്കാം. എല്ലാ പോയിന്റ്സ് എഴുതാം. ഇപ്പൊ 3 മാർക്സ് ആണെങ്കിലും 4 മാർക്സ് ആണെങ്കിലും എല്ലാ പോയിന്റ്സ് എഴുതി വെച്ചേക്കാം. 4 മെത്തേഡ്സ് ഉള്ളൂ. ആ 4 മെത്തേഡ്സ് എന്ത് ചെയ്യുക, പേപ്പറിൽ എഴുതി വെച്ചേക്കാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, മേജർ പാർട്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരും. എന്താണ് മേജർ പാർട്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, പ്രോസസ് മാനേജ്മെന്റ് ഉണ്ട്, മെമ്മറി മാനേജ്മെന്റ് ഉണ്ട്, ഫയൽ മാനേജ്മെന്റ് ഉണ്ട്, ഡിവൈസ് മാനേജ്മെന്റ് ഉണ്ട്. ഓക്കെ, 4 മാനേജ്മെന്റ് ആണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത്. പ്രോസസർ മാനേജ് ചെയ്യും, അതുപോലെ തന്നെ മെമ്മറി മാനേജ് ചെയ്യും, ഫയൽസ് മാനേജ് ചെയ്യും, ഡിവൈസിനെ കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്ന ആരാണ്, OS ആണ് മാനേജ് ചെയ്യുന്നത്. പിന്നത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഏതാണ്, ഈ ഒരു കേസാണ് ഫ്രീ വെയറും ഷെയർ വെയറും തമ്മിലുള്ള ഡിഫറൻസ്. ഫ്രീ വെയറും ഷെയർ വെയറും റാമും റോമും, ഈ രണ്ടിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്ന് എന്തായാലും ഉണ്ടാവും. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും മാറി വരാം. അപ്പൊ ഈ 2 കേസുകൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വാട്ട് ആർ CPU രജിസ്റ്റേഴ്സ്. CPU രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. CPU രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ് രജിസ്റ്റേഴ്സ് വരുന്നത്, ALU ഉണ്ട്, CU ഉണ്ട്, IR ഉണ്ട്, PW ഉണ്ട്, MAR ഉണ്ട്. ഇതെല്ലാം എന്താ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ബഫർ രജിസ്റ്റർ, ഈ കേസുകൾ എല്ലാം എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മളുടെ CPU രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുക. ഓക്കെ, അതിൽ തന്നെ പിന്നെ ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ എനി 2 ടൈപ്സ് ഓഫ് CPU രജിസ്റ്റേഴ്സ്. CPU രജിസ്റ്റേഴ്സ് ഏതെങ്കിലും 2 എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഏതൊക്കെ 2 എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാം, നമുക്ക് IR ആണെങ്കിൽ IR എക്സ്പ്ലെയിൻ ചെയ്യാം, PW ആണെങ്കിൽ PW എക്സ്പ്ലെയിൻ ചെയ്യാം, MAR MBR ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏതെങ്കിലും 2 രജിസ്റ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ്, അസംബിൾ ഇന്റർപ്രറ്റർ കമ്പൈലർ. ഞാൻ പറഞ്ഞു അസംബിൾ ഇന്റർപ്രറ്റർ കമ്പൈലർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചേക്കാം. നെക്സ്റ്റ് നോക്കട്ടെ സാർ, താഴ്ത്തിട്ട് പോകും. 12th നോക്കി നോക്കലേ, വാട്ട് ഡു യു മീൻ ബൈ ഹ്യൂമൻ വെയർ, ഗീവ് എനി എക്സാമ്പിൾ. എന്താണ് ഹ്യൂമൻ വെയർ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം. എന്താ ഹ്യൂമൻ വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹ്യൂമൻ വെയർ എന്ന് പറയുന്നത് ഹ്യൂമൻ ബേഴ്സ് റെഫർ ടു ദ പീപ്പിൾ ഹു യൂസ് ദ കമ്പ്യൂട്ടർ. ഫോർ എക്സാമ്പിൾ പ്രോഗ്രാമേഴ്സ്, സിസ്റ്റം അനലിസ്റ്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സ്, ഇവരൊക്കെയാണ് എന്ത് പറയാ, ഹ്യൂമൻ വെയർ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻസ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആ സോഫ്റ്റ്വെയർ ടൈപ്സിനാണ് നമ്മൾ എന്താ പറയുക, ഹ്യൂമൻ വെയർ എന്ന് പറയാം. ആ ഒരു കാര്യം കൂടി നോക്കി വെച്ചേക്കാം. നമ്മൾ നേരത്തെ പറയാൻ വിട്ടു ഒരു കേസാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിക്കോ കേട്ടോ, റാമനോമിന്റെ ഇത് കഴിഞ്ഞതാണ്. ഓക്കെ,
ഇതൊന്നും കേട്ടോ മക്കളെതാ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. EVS is one of the major problem which are facing all over the world. ഓക്കെ, നമ്മൾ ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ്. നിങ്ങളോട് എന്താ പറയുന്നത്? ആ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞു. അല്ലെങ്കിൽ എന്ത് പറഞ്ഞു? എക്സ്പ്ലെയിൻ EVS ഡിസ്പോസൽ മെത്തേഡ്, ഡിഫൈൻ ദ ടേംസ്, ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. ഓക്കെ, ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ എത്ര മാർക്സിന്റെ ക്വസ്റ്റ്യൻ? 5 മാർക്സിന്റെ. ഏതിന്ന് മാത്രം? EVS മാത്രമായിട്ട് ചോദിച്ചേക്കുന്നതാണ് 5 മാർക്സിന്റെ. ശരിക്കും അതിൽ എസ്സേക്ക് വരായിട്ട് അത് ഷോർട്ടായിട്ട് നമ്മളോട് ചോദിച്ചേക്കുന്നതാണ്. അപ്പോൾ EVS ടോപ്പിക് എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് തറവായിട്ട് പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത് EVS ഇതിന് വേണ്ടിയിട്ടാണ് ഡിസ്പോസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അതിൽ നമുക്ക് എന്തുണ്ട്? ഹാർംഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് അത് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ ചോദിച്ചേക്കുന്നത് എന്താണ്? സെക്കൻഡ് പറഞ്ഞേക്കുന്നത് തേർഡ് വൺ എന്ന് പറയുന്നത് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സാധനം കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുകയും അതിനെ എന്ത് ചെയ്യാണ്? റീയൂസ് ചെയ്യുക. അങ്ങനത്തെ ഉള്ള കേസുകളൊക്കെ പറയുന്നതിനാണ് നമ്മൾ എന്താ പറയുക? ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒന്ന് കാണിച്ചത്. ആ ഒരു കേസ് എന്ത് ചെയ്യണം മക്കളെ? നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഈസ് യൂസ് ദ കമ്പ്യൂട്ടർ ഓർ ആൻഡ് റിലേറ്റഡ് റിസോഴ്സ് ഇൻ എ എൻവയോൺമെന്റ് റെസ്പോൺസിബിൾ മാനർ ടു promote green computing of the following four complementary approaches are employed: green designing, green manufacturing, green use and green disposal. ഇതൊക്കെയാണ് നമ്മളുടെ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എൻവയോൺമെന്റ് ഇഷ്യൂ വരാത്ത രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നതാണ് USB ഫുൾ ഫോം. ഞാൻ പറഞ്ഞു ഫുൾ ഫോംസ് ഏതെങ്കിലും ഒരെണ്ണം വരും, അത് ചോദിച്ചു വെച്ച് പഠിച്ചു വെച്ചേക്കണമെന്ന്. നെക്സ്റ്റ് നോക്കോ, പോയിക്കോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് മാക്സിമം നിങ്ങളോട് ചോദിക്കുക. അപ്പൊ നമുക്ക് എന്തൊക്കെ പഠിച്ചു വെച്ചേക്കാം? സ്റ്റേഡ് പറ്റും. നമ്മൾ എന്തൊക്കെ പഠിച്ചു വെച്ചേക്കാം? ഹാർഡ്വെയർ പാർട്സ് പഠിച്ചു വെക്കുക, സോഫ്റ്റ്വെയർ പാർട്സ് വയ്ക്കുക, സോഫ്റ്റ്വെയർ യൂസസ് പഠിക്കുക, ഫ്രീവെയർ ഷെയർവെയർ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുക, റാം റോം ഇവർ തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുക, USB BGMI HDMI പിന്നെ PS2 അങ്ങനെയുള്ള പോർട്സിന്റെ ഒക്കെ ഫുൾ ഫോമുകൾ പഠിച്ചു വെക്കുക. ഓക്കെ, പോർട്സിന്റെ ഒക്കെ ഫുൾ ഫോമുകൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. പെരിഫറൽ പോർട്സിന്റെയും ഇതിന്റെയൊക്കെ ഫുൾ ഫോംസ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ടത്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഇതിനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് നോക്കേണ്ട കേസ് എന്താണ്? പ്രോഗ്രാമിന്റെ ഫേസസ് ഏതൊക്കെയാണ്? പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ഉണ്ട്, അൽഗോരിതം ഫ്ലോ ചാർട്ട് ഉണ്ട്, കോഡിംഗ് ഓഫ് പ്രോഗ്രാമിംഗ് ഉണ്ട്, ട്രാൻസിഷൻ ഉണ്ട്, ട്രാൻസ്ലേഷൻ, ഡീബഗിങ്, എക്സിക്യൂഷൻ, ഡോക്യുമെന്റേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗിന്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആണ്. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? അൽഗോരിതം ഫ്ലോ ചാർട്ടും ക്രിയേറ്റ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെ റിലേറ്റ് ചെയ്തിട്ട് എന്ത് എഴുതാ? കോഡ് എഴുതാ. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഹൈ ലെവൽ ലാംഗ്വേജിലാണ് അതിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്? അസംബ്ലർ ഉണ്ട്, കമ്പൈലർ ഉണ്ട്. രണ്ടുപേരെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പഠിക്കുന്ന C++ൽ ആരെ യൂസ് ചെയ്യുന്നത്? കമ്പൈലറിനെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആരാണ്? ഡീബഗിംഗ് ആണ്. ഡീബഗിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എഴുതിയ പ്രോഗ്രാമിൽ എന്തെങ്കിലും ടൈപ്സ് ഓഫ് എറേഴ്സ് ഉണ്ടോ എന്ന് ഫൈൻഡ് ചെയ്യുന്നതാണ് എന്ത്? ഡീബഗിംഗ് എന്ന് പറയുന്നത്. ആൻഡ് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോഗ്രാമിനെ റൺ ചെയ്യുന്ന സമയത്ത് അതിൽ എക്സിക്യൂട്ട് ചെയ്ത് ആ ഒരു പ്രോഗ്രാമിൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കുന്നതാണ് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഫയലിലെ നമ്മൾ എന്താണ് ഹാർഡ് കോപ്പി ഓർ സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ നമ്മൾ ഡിവൈസിൽ തന്നെ ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഒരു റിട്ടേൺ ആയിട്ടോ പ്രിന്റഡ് ആയിട്ടോ നമ്മൾ എന്ത് ചെയ്യാണ് ആ എഴുതിയേക്കുന്ന പ്രോഗ്രാമിനെ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നതിനെയാണെന്ന് പറയാ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. പിന്നെ മക്കൾ അറിഞ്ഞിരിക്കേണ്ട കേസ് എന്താണ്? ഇതിൽ കമന്റ് ആഡ് ചെയ്യുന്നത്, അതായത് ഡോക്യുമെന്റിൽ കോഡിൽ കമന്റ് എഴുതുന്ന ഒരു സിംഗിൾ ലൈൻ കമന്റ് ഉണ്ട്, മൾട്ടിപ്പിൾ ലൈൻ കമന്റ് ഉണ്ട്, അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ പിന്നെ നമ്മൾ എന്താണ് ഒരു അൽഗോരിതം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അൽഗോരിതം എന്ന് എഴുതുമ്പോൾ എന്തൊക്കെയാണ്? ഷുഡ് ബിഗിൻ വിത്ത് ദ ഇൻസ്ട്രക്ഷൻ ടു ആക്സെപ്റ്റ് ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ വെച്ച് ചെയ്യണം. യൂസ് വേരിയബിൾ ടു റെഫർ ഡാറ്റ, വേരിയബിളിനെ റെഫർ ചെയ്യാൻ നമ്മൾ ഒരു ഡാറ്റയെ റെഫർ ചെയ്യാനായിട്ട് വേരിയബിൾസിനെ യൂസ് ചെയ്യണം. അതായത് ഈച്ച് ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി പ്രിസൈസ് ആൻഡ് അൺആംബിജിയസ്, അതായത് എന്താണ് വളരെ ഈ കറക്റ്റ് ആയിട്ട് ടു ദ പോയിന്റ് ആയിട്ട് വേണം ഓരോ ഇൻസ്ട്രക്ഷൻസും നമ്മൾ ഇതായിട്ട് വാരി വലിച്ചെഴുതരുത്. അതുപോലെ തന്നെ മിനിമം സ്റ്റെപ്പിൽ ചെയ്യുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് കാണാനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് കാണുന്ന ക്വസ്റ്റ്യനിൽ ഒരാൾ എന്ത് ചെയ്തു? സമ്മ് കണ്ടുപിടിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു? ആവറേജ് കണ്ടുപിടിച്ചു. ഓക്കെ, സമ്മ് കണ്ട് ആവറേജ് കണ്ടുപിടിച്ചു. അപ്പൊ ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ വന്നു സമ്മ്. ഇനി അതേ സമയത്ത് ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് ഒറ്റയടിക്ക് എന്ത് ചെയ്യാം? സമ്മിനെ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ തന്നെ ഇപ്പൊ 3 ടേംസ് ഉണ്ടെങ്കിൽ അതിന്റെ സമ്മ് ഇവിടെ തന്നെ കണ്ടുപിടിച്ചിട്ട്
ആവറേജിലോട്ട് പോവാം, നേരിട്ട് ചെല്ലാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. അപ്പൊ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യാം, മിനിമം സ്റ്റെപ്പിൽ എഴുതാം. ഓക്കെ, അതായത് ആവശ്യമില്ലാത്ത സ്റ്റെപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കി കളയാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും നന്നായിട്ട് എഴുതുന്നതായിരിക്കും മാർക്ക് കിട്ടുക. കൂടുതൽ സ്റ്റെപ്പ് വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ 2 അൽഗോരിതം തന്നിട്ട് അതിലെ ഏറ്റവും നല്ല അൽഗോരിതം എന്ന് പറയുന്നത് ഏതായിരിക്കും, മിനിമം സ്റ്റെപ്പിൽ ഔട്ട്പുട്ട് കിട്ടിയേക്കുന്ന ആർക്കാണോ അവർക്കായിരിക്കും നല്ല അൽഗോരിതം. കൂടുതൽ സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ അവർക്കല്ല നല്ല അൽഗോരിതം കൊടുക്കാം. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ, ഈ കേസുകൾ ഓർത്ത് വെച്ചേക്കാം. പിന്നെ നമുക്ക് വരുന്ന ആരാണ്, ഫ്ലോ ചാർട്ട് ആണ്. ഫ്ലോ ചാർട്ടിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഫ്ലോ ചാർട്ടിൽ എന്തൊക്കെയുണ്ട്, ഒരു എലിപ്സ് ഉണ്ട്, അത് എന്തിനു വേണ്ടിയിട്ടാ, സ്റ്റാറ്റസ് സ്റ്റോപ്പ്. പിന്നെ ആരുണ്ട്, പാലോഗ്രാം ഉണ്ട്, അത് എന്തിനു വേണ്ട, ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സിന് വേണ്ടിയിട്ടാണ്. ആൻഡ് റെക്ടാങ്കിൾ ഉണ്ട്, റെക്ടാങ്കിൾ എന്തിനു വേണ്ട, പ്രോസസ് ചെയ്യാനുള്ള ഡാറ്റ, അതായത് എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നത് അതിനാണ് നമ്മൾ റെക്ടാങ്കിൾ കൊടുക്കുക. റോംബസ് എന്തിനു വേണ്ടിയിട്ടാണ്, ട്രൂ ഓർ ഫോൾസ് കണ്ടീഷൻസ് വരുമ്പോഴാണ് റോംബസ് കൊടുക്കുക. പിന്നെ ആരോ മാർക്സ് ഉണ്ട്, ഫ്ലോ ലൈൻസ്, അത് എന്തിനു വേണ്ടിയാണ്, ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്ലോ ചാർട്ട് കൊടുക്കുന്നത്. ഓക്കെ, അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് നോക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് നന്നായിട്ട് ചിന്തിക്കാനും അതുപോലെ തന്നെ എളുപ്പത്തിൽ പ്രോഗ്രാമിന്റെ കോഡ് എഴുതാനൊക്കെ എന്ത് ചെയ്യും, ഫ്ലോ ചാർട്ട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് വായിക്കണം, ജസ്റ്റ് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ലിമിറ്റേഷൻ എന്താണ്, ഒരു ഫ്ലോ ചാർട്ടിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ ഒരിക്കലും നമുക്ക് പറ്റില്ല. ഒരു സമയം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിക്സഡ് ആണ്. പിന്നെ അതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ എന്താണ്, വളരെ പണിയാണ്. ആദ്യം മുതൽ പിന്നെയും നമ്മൾ വരച്ച് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടി വരും. ഓക്കെ അല്ലേ? അഡ്വാൻസും ഡിസഡ്വാൻറ്റേജും. ഓക്കെ, ഈ കേസ് നമുക്ക് എന്ത് ചെയ്യാം, ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. അതിക്ക് മുമ്പായിട്ട് പിന്നെ നമ്മൾ നോക്കുന്നത് കോഡിംഗ് ആണ്. കോഡിങ്ങിൽ നമ്മൾ എന്താണ്, കോഡിങ്ങിൽ വരുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് കോഡ് വരുന്നത്. അതിൽ ആരുണ്ട്, സോഴ്സ് കോഡ് ഉണ്ട്. അതുപോലെ തന്നെ ഡീബഗിങ്. എന്താണ് ഡീബഗിങ് എന്ന് പറയുന്നത്, എന്താണ്, നമുക്ക് അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, എററുകൾ ഉണ്ടോ എന്ന് ഫൈൻഡ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയാ, ഡീബഗിങ് എന്ന് പറയാ. ഇതില് മക്കൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു കേസാണ് ഡീബഗിങ്ങില് ടൈപ്സ് ഓഫ് എറേഴ്സ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 എററുകൾ എന്ത് ചെയ്യണം മക്കളെ, പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഡീബഗിങ്ങില് നിങ്ങളോട് ചോദിക്കും, ഡീബഗിങ്ങിൽ എന്താ ചെയ്യുന്നത്, എറർ ഉണ്ടോ എന്ന് ഫൈൻഡ് ചെയ്യുന്നതാണ് ഡീബഗിങ്. അതില് ടൈപ്സ് ഓഫ് എറേഴ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. ഏതൊക്കെ എറർ ഉണ്ട്, നമുക്ക് 3 ടൈപ്പ് എറർ ഉണ്ട്. ആരൊക്കെയാണ്, സിന്റാക്സ് എറർ. സിന്റാക്സ് എറർ എന്ന് പറയുന്നത് എറർ വിച്ച് ഒക്കർ വെൻ ദ റൂൾസ് ഓഫ് എ സിന്റാക്സ് ഓഫ് എ പ്രോഗ്രാം ലാംഗ്വേജ് ആർ നോട്ട് ഫോളോഡ്. അതായത് നമ്മൾ ഏത് സാധനം പഠിച്ചപ്പോഴും, ഫോർ ലൂപ്പ് പഠിച്ചപ്പോ, വൈൽ ലൂപ്പ് പഠിച്ചപ്പോ, ഈഫ് പഠിച്ചപ്പോ, സി പ്ലസ് പ്ലസ് പഠിച്ചപ്പോ എപ്പോഴും എന്തുണ്ടാ, ഒരു സ്ട്രക്ചർ ഉണ്ട്, സിന്റാക്സ് ഉണ്ട്. ഫസ്റ്റ് ഇത് എഴുതണം, രണ്ടാമത് എഴുതണം, മൂന്നാമത് എഴുതണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? പഠിച്ചിട്ടില്ലേ നമ്മൾ? ഇപ്പൊ ഫോർ ലൂപ്പ് ആണെങ്കിൽ ഫോർ കൊടുത്ത് ഇനീഷ്യലൈസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് കണ്ടീഷൻ കൊടുത്ത് അങ്ങനെയൊക്കെ നമ്മൾ എഴുതാറുണ്ട്. അതെന്താണ്, സിന്റാക്സ് ആണ്. ആ സിന്റാക്സിന് ഒരു മാറ്റം വരുന്നു, അല്ലെങ്കിൽ ഒരു സെമി കോളൻ ഇടാൻ മറക്കുന്നു, ഒരു ഇൻവെർട്ടർ കോമ ഇടാൻ മറക്കുന്നു, ഇങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് എററാ, സിന്റാക്സ് എറർ ആണ്. ആ എറർ പറയുന്നതാണ് സിന്റാക്സ് എറർ. ആൻഡ് ലോജിക്കൽ എറർ എന്ന് പറയുന്നത്, ലോജിക്കൽ എറർ ഈസ് ഡ്യൂ ടു ദ ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് പ്രോഗ്രാമിംഗ് ലോജിക്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, പ്രോഗ്രാമിന് നമുക്ക് എന്ത് വരും, പ്രോഗ്രാം ഒക്കെ കറക്റ്റ് ആയിട്ട് റൺ ചെയ്ത് പോകും. പക്ഷെ ആ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ നമുക്ക് ഡിസൈഡ് ഔട്ട്പുട്ട്, അത് കറക്റ്റ് നമുക്ക് വേണ്ട ഔട്ട്പുട്ടിലോട്ട് എത്തില്ല. അതെന്തുകൊണ്ടാ, പ്രോഗ്രാം എഴുതുന്ന ആളുടെ ലോജിക്കലിൽ ഉണ്ടാവുന്ന മിസ്റ്റേക്സുകൾ അങ്ങനെ ഉണ്ടാവുന്നത്. അതായത് സിന്റാക്സിൽ ഒന്നും മിസ്റ്റേക്സ് ഉണ്ടാവില്ല, പക്ഷെ എഴുതുന്ന പ്രോഗ്രാമിൽ നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിച്ചിരുന്ന ഒരു പ്രോഗ്രാമിൽ വരുന്ന എററുകളെയാണ് നമ്മൾ എന്താ പറയാ, ലോജിക്കൽ എറർ എന്ന് പറയാ. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് റൺ ടൈം എറർ. എറർ വിച്ച് ഒക്കർ ഡ്യൂറിംഗ് ദ പ്രോഗ്രാം എക്സിക്യൂഷൻ. കുറെ എറേഴ്സ് ഉണ്ട് ഈ റൺ ടൈം എററിൽ തന്നെ. പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ ഉണ്ടാവുന്ന എറർ, അതായത് ഈ സിന്റാക്സ് എറർ, ലോജിക്കൽ എറർ ഒക്കെ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ തന്നെ നമുക്ക് എറർ എന്ന് പറഞ്ഞ് കാണിക്കും. പക്ഷെ റൺ ടൈം എറർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതുമ്പോൾ കാണിക്കൂല. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ റൺ ആവുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് വരും. അതേ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം, ഒരു യൂസറുടെ അടുത്ത് ഞാൻ നമ്പർ എഴുതുന്നു, അതായത് യൂസറുടെ അടുത്ത് പറയുന്ന നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു. ഞാനിപ്പോ 2 എന്ന് പറഞ്ഞാൽ 0 വെച്ച് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ 2 ഡിവൈഡ് ബൈ 0 എന്ന് ഞാൻ സിസ്റ്റത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം അപ്പൊ എന്ത് ചെയ്യും, എറർ അടിക്കും. കാരണം 0 വെച്ചിട്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെന്താണ്, ഡിവിഷൻ ബൈ 0 അല്ലെങ്കിൽ 0 ഡിവിഷൻ എറർ എന്നൊക്കെ പറയും. ഓക്കെ, ആ എററിനെ നമ്മൾ പറയുന്നതാണ് 0 ഡിവിഷൻ എറർ. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന എററുകൾ നമ്മളുടെ പ്രോഗ്രാമിൽ ഉണ്ടാവുന്ന മിസ്റ്റേക്ക് കൊണ്ടല്ല, പക്ഷെ ഇത് ചെയ്യാൻ പറ്റാത്ത കേസുകൾ അതിന്റെ പേരിൽ ഉണ്ടാവുന്ന എററാണ്. അങ്ങനെ വരുന്ന എററിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, റൺ ടൈം എറർ എന്ന് പറയുന്നത്. ഈ 3 എററുകൾ എന്ത് ചെയ്യണം മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ക്ലിയർ അല്ലേ മക്കളെ? എററുകൾ 3 ക്ലിയർ അല്ലേ? ഓക്കെ, ഈ 3 എററുകളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. എററിനോട് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കും. നെക്സ്റ്റ് വൺ എന്താണ്, ഡോക്യുമെന്റേഷൻ. ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ആ ഒരു സംഭവത്തിന്റെ ഫയൽ ഡോക്യുമെന്റ് ചെയ്യുന്നത് എന്നുള്ളത് വെച്ചിട്ടാണ് ഡോക്യുമെന്റേഷൻ പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസ് കാണിക്കാം. ആ ക്വസ്റ്റ്യൻസ് ഒന്നിട്ടോളൂ. ഈ ഒരു ചാപ്റ്ററിന്റെ മാർക്ക് വെയിറ്റേജ് എന്ന് പറയുന്നത്
മക്കളെ എത്രയായിരുന്നു? ഇതിനും 8 മാർക്സ് തന്നെയാണ് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൻ്റെയും 8 മാർക്സിൻ്റെ മാർക്ക് തന്നെയാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ 8 മാർക്ക്, സെക്കൻഡിന് 11 മാർക്സ്, തേർഡ് ചാപ്റ്ററിനും 8 മാർക്സ് തന്നെയാണ് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. സാർ ഓക്കെ, എന്താ ചോദ്യം? എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് ഫ്ലോ ചാർട്ട് ചോദിക്കാം. ഓക്കെ, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ട് നമ്മളോട് ചോദിക്കാം. അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പഠിച്ചു വെക്കാം. ദാ പിന്നെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ നോക്കി, ഡിഫൈൻ ദ ഫോളോവിങ് സിന്റാക്സ് എറർ, ലോജിക്കൽ എറർ, റൺ ടൈം എറർ. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് പലതവണ കാണാൻ പറ്റും. ഓരോ ഇയറിലും നമ്മളെടുത്ത് പലതവണ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇതേപോലെ തന്നെ ചോദിക്കുന്നില്ല. എന്താണ് ഡീബഗിങ്ങിൽ വരുന്ന ഡീബഗിങ്, എന്താണ് ടൈപ്സ് ഓഫ് അതിന് വരുന്ന എറേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള ഇത് ചോദിക്കാം. അല്ലെങ്കിൽ നേരിട്ട് എന്താണ് എറർ എന്ന് തന്നിട്ട് നമുക്ക് നേരിട്ട് ആ ഒരു എററിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ് ചോദിക്കാം. അപ്പൊ ഈ എററുകളൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. ഏതൊക്കെ എറർ ഉണ്ട്? സിന്റാക്സ് എറർ ഉണ്ട്, ലോജിക്കൽ എറർ ഉണ്ട്, ആൻഡ് റൺ ടൈം എറർ ഉണ്ട്. ലോജിക്കൽ എററിന് റൺ ടൈം എററിന് ഒരു എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ഡിവിഷൻ ബൈ സീറോ എറർ എന്നാണ് ഒരു റൺ ടൈം എററിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതൊന്നും നോക്കി വെച്ചേക്കാം. ഓക്കെ സാർ, നെക്സ്റ്റ് കേട്ടോ. സാർ അൽഗോരിതം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് എത്ര മാർക്കിനാണ് ചോദിക്കുന്നത്? ഓക്കെ, കാണിച്ചു തരാം അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. സാർ നെക്സ്റ്റ് ഒന്നുണ്ട്, തേർഡ് ക്വസ്റ്റ്യൻ. നോക്കിക്കോ, കൺസിഡർ ദ ഫോളോയിങ് അൽഗോരിതം. നമുക്ക് ഒരു അൽഗോരിതം തന്നിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി അവിടെ ഒരു അൽഗോരിതം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞേക്കാണ്, എന്ത് പറഞ്ഞേക്കാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് എബവ് അൽഗോരിതം. ഈ അൽഗോരിതം വായിച്ചിട്ട് എന്ത് ചെയ്യുക? അതിന്റെ ഔട്ട്പുട്ട് എഴുതാം. എത്ര മാർക്കാ? 2 മാർക്സ് ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. ആൻഡ് ഡ്രോ ദ ഫ്ലോ ചാർട്ട് ഓഫ് ദ എബവ് അൽഗോരിതം. ഇതിന്റെ എന്ത് വരയ്ക്കുക? ഫ്ലോ ചാർട്ട് ആക്കിയ. ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ എത്ര മാർക്സാ? 3 മാർക്സാ. അൽഗോരിതത്തിനും ഫ്ലോ ചാർട്ടിന് ഏകദേശം 3 മാർക്സ് തന്നെയാണ് വരാം. ഓക്കെ, ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്താ നിങ്ങൾ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ നോക്കുക? സ്റ്റാർട്ട് n അസൈൻ 1. ഇപ്പൊ ഒരു വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിൽ എന്ത് കൊടുത്തേക്കുന്നത്? n എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്. അതിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? 1 കൊടുത്തിട്ടുണ്ട്. പ്രിന്റ് n. അപ്പൊ ഫസ്റ്റ് 1 ആദ്യത്തെ 1 ഔട്ട്പുട്ട് എന്താണ്? എന്നെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ 1 കിട്ടും. ഓക്കെ, ഒരു ഔട്ട്പുട്ടിൽ വരുന്ന സാധനം 1. അടുത്തതാണ് n അസൈൻ n+1. എന്താണ്? എന്നിന്റെ കൂടെ 1 കൂട്ടിയപ്പോ എന്നായി? 2 ആയി. സ്റ്റെപ്പ് ഓക്കെ, ഇഫ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. n 5നേക്കാൾ ചെറുതാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. എന്നിന്റെ വാല്യൂ നോക്കി കഴിഞ്ഞാൽ 5നേക്കാൾ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 എന്താണ്? പ്രിന്റ് ചെയ്യാൻ. പിന്നെ പ്രിന്റ് 2 ആയി. പിന്നെ എന്താണ്? 3 ആവും. പിന്നെ എന്താണ്? സ്റ്റെപ്പ് 5ലോട്ട് വരും. ചെറുതാണോ ചെക്ക് ചെയ്തു. ഗോ ടു സ്റ്റെപ്പ് 3. പിന്നെയും പോകും. അപ്പൊ എന്ത് വരും? 4 വരും. 5 വരെ എന്താവും? ഔട്ട്പുട്ട് പ്രിന്റ് ആവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? അല്ല, ഈ ഒരു കേസ് അല്ല. അപ്പൊ നമുക്ക് എന്താവും? സ്റ്റോപ്പ് ആവും. അപ്പൊ ഔട്ട്പുട്ട് എന്താണ്? 1 2 3 4 5 ആണ് നമ്മളുടെ ഔട്ട്പുട്ട് വരുന്നത്. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു അൽഗോരിതം തന്നിട്ട് അതിന്റെ എന്ത് എഴുതാൻ പറയാ? ഔട്ട്പുട്ട് എഴുതാൻ പറയാം. അപ്പൊ ആ സ്റ്റെപ്പ് ആയിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? കറക്റ്റ് ആയിട്ട് അതിന്റെ ഔട്ട്പുട്ട് എഴുതാം. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിന്റെ കൂടെ തന്നെ ഉണ്ട്, ഡ്രോ ദ ഫ്ലോ ചാർട്ട് ഓഫ് ദ എബവ് അൽഗോരിതം. അപ്പൊ ഫസ്റ്റ് 1 സ്റ്റാർട്ട് ആണ്. സ്റ്റാർട്ട് ആരുടെ ഉള്ളിൽ വരും? നമുക്ക് സ്റ്റാർട്ട് എലിപ്സിന്റെ ഉള്ളിലായിരിക്കും. നെക്സ്റ്റ് വരുന്നത് എന്താണ്? n അസൈൻ 1. അവിടെ എന്താണ്? ഒരു അസൈൻമെന്റ് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ നടക്കുകയാണ്. ഓപ്പറേഷൻ നടക്കുന്നത് ആരുടെ ഉള്ളിലാ വരാ മക്കളെ? റെക്ടാംഗിളിന്റെ ഉള്ളിൽ വരും. എന്നിട്ട് പ്രിന്റ് ചെയ്യാൻ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ഏതിന്റെ ഉള്ളിൽ വരയ്ക്കാൻ പാടുള്ളൂ? പാരലോഗ്രാമിന്റെ ഉള്ളിൽ വരയ്ക്കാൻ പാടുള്ളൂ. പിന്നെ ഫോർത്ത് സ്റ്റെപ്പ് എന്തായിരുന്നു നമ്മൾ എടുത്തത്? n അസൈൻ n+1. എഗെയിൻ ഒരു ഓപ്പറേഷൻ വരുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു റെക്ടാംഗിളിന്റെ ഉള്ളിൽ വരാം. നെക്സ്റ്റ് കേസ് എന്തായിരുന്നു? ഫോർത്ത് കഴിഞ്ഞ് ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് n എന്താണ്? 5നേക്കാൾ ചെറുതാണോ? അപ്പൊ ഒരു കണ്ടീഷൻ ആണ്. അത് ആരുടെ ഉള്ളിൽ വേണം വരയ്ക്കാൻ? റോംബസിനുള്ളിൽ. ഇഫ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. എന്നിട്ട് അതിന്റെ കൂടെ ഒരാളും കൂടി ഉണ്ടായി. എന്താണ്? ആണെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് വേണം പോകാനായിട്ട്. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടുന്ന് തേർഡ് സ്റ്റെപ്പിലോട്ട് ഒരു ഫ്ലോ ലൈൻ കൊടുക്കണം. ഇവിടുന്ന് തേർഡ് സ്റ്റെപ്പിലോട്ട് ഒരു ഫ്ലോ ലൈൻ കൊടുക്കുക. ലാസ്റ്റ് എന്താണ്? അല്ലെങ്കിൽ നോ ആണെങ്കിൽ സ്റ്റോപ്പ്. യെസ് നോ മാർക്ക് ചെയ്യാൻ മറക്കരുത്. നോ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? സ്റ്റോപ്പ് കൊടുത്തു. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ ഇതിനൊരു 3 മാർക്സ് ആണ് നമുക്ക് വരുന്നത്. കറക്റ്റ് ആയിട്ട് ചെയ്തേക്കാം കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ, പ്രോഗ്രാം റിട്ടേൺ HLL ഈസ് നോൺ ആസ്. HLL എന്ന് പറഞ്ഞാൽ എന്താണ്? HLL എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജ്. ഓർത്ത് വെച്ചേക്കാം കേട്ടാ. MLL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെഷീൻ ലാംഗ്വേജ്. ഓക്കെ, MLL മെഷീൻ ലാംഗ്വേജ്, HLL എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പോ എന്താണ്? ഒരു പ്രോഗ്രാമിൽ HLL എഴുതുന്ന വാല്യൂ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സോഴ്സ് കോഡ് അല്ലെങ്കിൽ സോഴ്സ് പ്രോഗ്രാം. ഓക്കെ, എന്താ എഴുതാം? സോഴ്സ് കോഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്ത് പറയാം? സോഴ്സ് പ്രോഗ്രാം എന്ന് എഴുതാം. നിങ്ങൾ C++ എഴുതൂലേ? അതിനെ പറയുന്ന പേരാണ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഡ്രോ ദ ഫ്ലോ ചാർട്ട് ഓഫ് ദ ഗിവൻ ബിലോ. അതായത് ഇവിടെയും എന്ത് ചെയ്യുക? ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ തന്നെ നേരെ ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നത് നിങ്ങൾ ആലോചിക്കുക. ഇതിൽ തന്നെ ആലോചിക്കുക. ഇത് എലിപ്സിൽ കൊടുക്കാം,
ഇത് ഇൻപുട്ട് എ ബി, ഇൻപുട്ട് വരുമ്പോൾ എന്ത് കൊടുക്കണം, പാരലോഗ്രാമിൽ കൊടുക്കണം. അടുത്ത് ഇവിടെ തന്നെ നിങ്ങൾക്ക് ഈഫ് എ ലെസ് ദാൻ ഓർ ബി, ഈഫ് കണ്ടു, അപ്പൊ തന്നെ ആരൊക്കെ കയറ്റാ, ഇവിടെ റോംബസ് കൊടുക്കുക. റോംബസ് കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, സ്റ്റെപ്പ് 4 പ്രിന്റ് ചെയ്യുക. അപ്പൊ അതിന്റെ നേരെ ഒരു ഫ്ലോ ലൈൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്യുന്നു കൊടുക്കുക. അല്ലെങ്കിൽ എൽസ്, അപ്പൊ എന്ത് ചെയ്യുക, നോ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫ്ലോ ലൈൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, പ്രിന്റ് ബി എന്ന് കൊടുക്കുക. എന്നിട്ട് അവസാനമായിട്ട് ആര് കൊടുക്കുക, സ്റ്റോപ്പ് കൊടുക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സാറാ ഫ്ലോ ചാർട്ട് ഒന്ന് കാണിച്ച് ഇതാ. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തേ, സ്റ്റാർട്ട് കൊടുത്തു, ഇൻപുട്ട് കൊടുത്തു. ഈഫ് എ ബി നോയാണെങ്കിൽ എന്ത് പറഞ്ഞ് നമുക്ക് നോയാണോ യെസ് ആണോ നോക്കി. യെസ് ആണെങ്കിൽ പ്രിന്റ് എ, നോയാണെങ്കിൽ പ്രിന്റ് ബി. രണ്ടും ആണെങ്കിലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എവിടേക്ക് പോകണം, സ്റ്റോപ്പിലോട്ട് പോകണം. നേരെ സ്റ്റോപ്പിലോട്ട് കൊടുത്തു. ഓക്കെ അല്ലേ ഡോക്കളെ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വിട്ടു സാർ. മക്കളെ അടുത്ത് നോക്കിക്കോ, ലിസ്റ്റ് ദ ഡിഫറെന്റ് ഫേസസ് ഇൻ പ്രോഗ്രാം. പ്രോഗ്രാമിലെ ഡിഫറെന്റ് ഫേസസ് ഏതൊക്കെയാണ്? എക്സ്പ്ലെയിൻ എനി 3 ഫേസസ് ഇൻ എ പ്രോഗ്രാമിംഗ്. പ്രോഗ്രാമിലെ ഡിഫറെന്റ് ഫേസസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയുണ്ട്? ഫസ്റ്റ് ഫേസ് ആരാ? പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. സെക്കൻഡ് ഫേസ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. തേർഡ് ഫേസ് ആരാണ്? നമുക്ക് എന്ത് ചെയ്യാം, കോഡിങ് എഴുതാം, സോഴ്സ് കോഡ് എഴുതാം. പിന്നെ എന്താണ്? ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീബഗിങ്. ഡീബഗിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സിക്യൂഷൻ, റണ്ണിങ്. എക്സിക്യൂഷൻ ടെസ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഡോക്യുമെന്റേഷൻ. പിന്നെ നമുക്ക് 7 സ്റ്റെപ്പ് ഉണ്ട്. ഇതിൽ ഏത് സ്റ്റെപ്പുകൾ എഴുതാം? നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റ് എനി ഡിഫറെന്റ് ഫേസ് ഇൻ പ്രോഗ്രാമിംഗ്. ഏതെങ്കിലും ഡിഫറെന്റ് ഫേസ് ചെയ്താലേ പറഞ്ഞിട്ടുള്ളൂ, 2 മാർക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, ഒരു 4 ഫേസ് എങ്കിലും മിനിമം എഴുതി കൊടുക്കാം. അടുത്തത് എക്സ്പ്ലെയിൻ 3 ഫേസ് ഇൻ പ്രോഗ്രാം. അതിന് എന്ത് ചെയ്യാൻ പറയുന്നുണ്ട്? ഏതെങ്കിലും 3 ഫേസുകളിൽ എന്ത് ചെയ്യാൻ പറയുന്നുണ്ട്? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഒരു 2 ലൈൻസോ 3 ലൈൻസോ മിനിമം വരുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ഒറ്റ ലൈനിൽ എഴുതി തീർക്കരുത്, ഒന്ന് കുറച്ച് ഇതായിട്ട് ഒന്ന് പൊലിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് പോകുക സാർ. അടുത്തത് മക്കളെ, റൈറ്റ് ദ അൽഗോരിതം ടു ഫൈൻഡ് ദ ബിഗ്ഗസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. 2 നമ്പേഴ്സിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഏതാന്ന് കാണാനുള്ള അൽഗോരിതം എഴുതാം. ഇതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാം. ബിഗ്ഗസ്റ്റ് ഏതാന്ന് എഴുതാം, അല്ലെങ്കിൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനുള്ള അൽഗോരിതം വരാം. വളരെ ഈസി ആണെങ്കിൽ എന്ത് കൊടുക്കാം? സർക്കിളിന്റെ ഏരിയ, റെക്ടാങ്കിളിന്റെ ഏരിയ, സ്ക്വയറിന്റെ ഏരിയ, അല്ലെങ്കിൽ ആവറേജ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഈസിയാണ്. ഓക്കെ, ഇപ്പൊ സാർ ഒന്ന് ഓക്കെ അപ്പൊ ഇതിന്റെ എങ്ങനെയാ വരാ? നമ്മൾ 2 നമ്പേഴ്സിൽ ഏതാ വലുതെന്നാണ് ചോദിക്കാൻ പറഞ്ഞത്. വലുതെന്ന് ചോദിക്കാം. ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്. 2019 ചോദിച്ചിട്ടുണ്ട്, 2021 എന്തോ ചോദിച്ചിട്ടുണ്ട്. പലതവണ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? സ്റ്റാർട്ട് കൊടുക്കുക, പിന്നെ 2 നമ്പേഴ്സ് ആണ്. അപ്പൊ യൂസർ 2 നമ്പേഴ്സ്. അപ്പൊ ഇൻപുട്ട് എ ബി കൊടുക്കുക. എന്നിട്ട് എന്താണ്? 2ൽ ആരാണ് വലുത് നോക്കണം. അപ്പോൾ ചിലപ്പോൾ എ ആയിരിക്കും വലുത്, ചിലപ്പോൾ ബി ആയിരിക്കും വലുത്. അപ്പോൾ ഈ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എന്താണ്? ദെൻ പ്രിന്റ് ചെയ്യുക. അല്ലെങ്കിൽ എൽസ് കൊടുക്കുക, പ്രിന്റ് ബി എന്ന് കൊടുക്കുക. എ ബി ആണെങ്കിൽ എ കൊടുക്കുക, ബി ആണെങ്കിൽ പ്രിന്റ് ബി എന്ന് കൊടുക്കുക. ലാസ്റ്റ് എന്ത് ചെയ്യുക? സ്റ്റോപ്പിലോട്ട് പോവാ. 3 ലൈൻസ് എഴുതിയാൽ മതി, കൂടുതൽ ഒരുപാടൊന്നും എഴുതി പോകണ്ട. ഇത് നോക്കി വെച്ചേക്കാം കേട്ടോ. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഓക്കെ, ഇതിന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പറഞ്ഞാലും കുഴപ്പമില്ല. ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെ വരാം? സ്റ്റാർട്ട്, നേരെ ഫ്ലോ ഇതൊന്നും ആരുടെ ഉള്ളിൽ വരും? എലിപ്സിനുള്ളിൽ വരും. ഇൻപുട്ട് എ ബി ആരുടെ ഉള്ളിൽ വരും? നേരെ പാരലോഗ്രാമിന്റെ ഉള്ളിൽ ഇൻപുട്ട് എ ആൻഡ് ബി എന്ന് കൊടുക്കുക. അടുത്ത എന്താണ്? ഈഫ്. ദെൻ ഈഫ് വന്നു കഴിഞ്ഞാൽ എന്ത് കൊടുക്കുക? നേരെ ഫ്ലോ ലൈൻസിൽ നേരെ എന്ത് കൊടുക്കുക? റോംബസ് കൊടുക്കുക. റോംബസിനുള്ളിൽ നമ്മൾ എന്ത് കൊടുക്കും? ഈഫ് എ ഗ്രേറ്റർ ദാൻ ബി. ഈഫ് എ ഗ്രേറ്റർ ദാൻ ബി. ബി ആണെങ്കിൽ 2 ആളുകളുണ്ട്. ആരൊക്കെ ഉണ്ടാ? യെസ് ഉണ്ട്. യെസ് ആണെങ്കിൽ നമുക്ക് എന്താണ്? പ്രിന്റ് എ. അത് ആരുടെ ഉള്ളിൽ നമ്മൾ പോവാ? പാരലോഗ്രാം. പ്രിന്റ് എ എന്ന് കൊടുക്കുക. ഇനി നോ ആണെങ്കിൽ, നോ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രിന്റ് ബി എന്ന് കൊടുക്കുക. ഇനി എന്താണ്? ഇത് 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 2 ആരിലോട്ട് പോകണം? നേരെ 2നെയും എന്ത് ചെയ്യാം? നമുക്ക് 2നെയും സ്റ്റോപ്പിലോട്ട് കൊടുക്കുക. ഇവിടെ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക, ഇവിടെ നിന്ന് ലൈൻ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമുക്ക് ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ട് സ്റ്റോപ്പ് കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? ഇതേ രീതിയിൽ തന്നെ ഞാൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത സാധനം നിങ്ങൾക്ക് താഴ്ത്തോട്ടായിട്ട് വരച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, മാർക്ക് കിട്ടും. ഓക്കെ, ഫ്ലോ ലൈൻസ് കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഫ്ലോ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചു കൊടുത്തൊന്നും ഒരു ഇഷ്യൂ ഇല്ല. ഓക്കെ, സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ സാർ, നെക്സ്റ്റ് ഒന്ന് കിട്ടും. മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ അടുത്ത ഫ്ലോ ചാർട്ടിന്റെ ക്വസ്റ്റ്യൻ നോക്കിയോ. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദ ഫ്ലോ ചാർട്ട് ഓഫ് ദ സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. എളുപ്പമല്ലേ? ഫ്ലോ ചാർട്ട് 3 നമ്പേഴ്സ് ഇല്ല. അപ്പൊ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്ലോ ചാർട്ട് നേരിട്ടുള്ള ക്വസ്റ്റ്യൻ വരണമെങ്കിൽ ജസ്റ്റ് റഫ് ആയിട്ട് എവിടെയെങ്കിലും ആദ്യം എഴുതുക, അൽഗോരിതം എഴുതുക, എന്നിട്ട് ഫ്ലോ ചാർട്ടിലോട്ട് പോവാ. നേരെ ഫ്ലോ ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ വരച്ച് മാറ്റും എന്ന് വെച്ചാൽ നമ്മൾ എഴുതി പോവും. പിന്നെ അവിടെ വെച്ചും തെറ്റും, പിന്നെ ആ സാധനം മാറ്റണം, പിന്നെയും വരയ്ക്കണം. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു അൽഗോരിതം സൈഡിലായിട്ട് ഒന്ന് അവിടെ നിന്ന് റഫായിട്ട് എഴുതാം, എന്നിട്ട് അൽഗോരിതം നോക്കിയിട്ട് വരയ്ക്കാം. നേരിട്ട് ഫ്ലോ ചാർട്ടിലോട്ട് പോകണ്ട. ഓക്കെ, ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പോകൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. ഫോളോയിങ് ഈസ് ദ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 50 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 50 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണാനുള്ള ഫ്ലോ ചാർട്ട് ആണ് നിങ്ങൾക്ക് തന്നേക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ കാണിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്?
കറക്റ്റ് ദ ഫ്ലോ ചാർട്ട് ഈ കറക്റ്റ് ദ ഫ്ലോ ചാർട്ട് ഇഫ് ദർ ഈസ് എറർ. നെക്സ്റ്റ് എന്താണ്? റീഡ്രോ ദ ഫ്ലോ ചാർട്ട് ദ സം ഓഫ് ഈവൻ നമ്പേഴ്സ് ഇസ് ബിറ്റ്വീൻ 1 to 15. നമ്മുടെ അടുത്ത് 1 തൊട്ട് 50 വരെയുള്ള നമ്പേഴ്സിന്റെ ഇത് എഴുതാനുള്ള ഫ്ലോ ചാർട്ടാണ് വന്നേക്കുന്നത്. ഇതിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇതിനെ 1 to 50 വരെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ സം എഴുതുന്ന ഫ്ലോ ചാർട്ടായിട്ട് മാറ്റാം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും എറർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ എന്തെങ്കിലും എറർ ഉണ്ടോടാ? ഇവിടെ ഫസ്റ്റ് ഇതിൽ എറർ ഉണ്ടോ ഗൈസ്? ഉണ്ടോ ഫസ്റ്റിൽ ഈ ഒരു സ്റ്റാർട്ടിൽ വല്ല എറർ ഉണ്ടോ? ഇല്ല. ഇവിടെ എറർ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഇതിൽ എറർ ഇല്ല, ഒരു എററും ഇല്ല. എടാ നോക്കടാ, അതെ ഇവിടെ എന്ത് സാധനം വെച്ചേക്കുന്നേ? എലിപ്സ് അല്ലേ? എലിപ്സ് ദേ ഇവിടെ അസൈൻ ചെയ്ത് കൊടുത്തേക്കാ. അവിടെ ആരെ വേണ്ടേ? റെക്ടാങ്കിൾ ആയിരുന്നു വേണ്ടത്. ഓക്കെ, ഇവിടുത്തെ കേസിൽ നമുക്ക് സിമ്പിൾ ഇഷ്യൂ ഒന്നുമില്ല. നേരെ നോ ആണെങ്കിൽ പ്രിന്റ് സം കൊടുത്തു, യെസ് ആണെങ്കിൽ പ്രോഗ്രാം എഴുതി സ്റ്റോപ്പ് കൊടുത്തു. അപ്പൊ ഫ്ലോ ചാർട്ടിൽ എറർ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോ ചാർട്ടിൽ എറർ ഈ എഴുതിയേക്കണേലായിരിക്കില്ല എറർ വരാ. എവിടെ ആയിരിക്കും എറർ വരാ? ഈ വരച്ചേക്കുന്ന ഷേപ്പുകളിലായിരിക്കും എന്ത് വരാ? മിക്കവാറും എറേഴ്സ് ഉണ്ടാവുക. അപ്പൊ അത് നോക്കിയിട്ട് എന്ത് ചെയ്യാ? ചേഞ്ച് ചെയ്യാം. സാർ കിട്ടുള്ളൂ, ആൻസർ ആണ്. ഇവിടെ വരുമ്പോ എന്താണ്? ഇതൊന്ന് റെക്ടാങ്കിൾ ആക്കാം, പ്രിന്റ് സം എന്ന് പറയുമ്പോൾ വാലോഗ്രാം ആക്കാം, സ്റ്റോപ്പ് അടിക്കുക. അവിടെ എന്ത് ചെയ്യുക? അസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ റെക്ടാങ്കിൾ ആക്കാം. ആ ഫ്ലോ ലൈനും കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എറേഴ്സ് അവിടുത്തെ ക്ലിയർ ആയി. ഓക്കെ, ഇനി അതിനെ റീഡ്രോ ചെയ്തിട്ട് നമ്മളുടെ സമ്മിന്റെ ആക്കുന്ന സമയം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ സമ്മ് പ്ലസ് എന്ന് എൻ അസൈൻ n+1 അത് എന്ത് മാറണം? എന്നിന്റെ വാല്യൂ എന്താവണം? ഈവൻ നമ്പേഴ്സ് ആകുമ്പോൾ 2 സ്റ്റാർട്ട് ചെയ്യണം, 2 വെച്ചിട്ട് ഇൻക്രിമെന്റ് ചെയ്യുന്ന രീതിയിലോട്ട് വരണം. ആ ഒരു കേസ് മാത്രം ഇവിടെ ചേഞ്ച് ചെയ്താൽ മതി. അടുത്തൊന്നും കാണിച്ചു സാർ. ഓക്കെ, അതിന്റെ ആൻസർ കാണിച്ചിട്ടുള്ളല്ലേ? ഓക്കെ, ഇപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്യാ? നമുക്ക് ഇനീഷ്യലൈസ് ചെയ്ത് 1 കൊടുക്കുക, പിന്നെ എന്ത് ചെയ്യുക? 2 മാറ്റാം. അതുപോലെ n അസൈൻ n+1 എന്തായിട്ട് മാറ്റാം? n അസൈൻ n+2. അതായത് ആ ഫ്ലോ ചാർട്ടിൽ n അസൈൻ n+1 എന്നുണ്ടെങ്കിൽ n അസൈൻ n+2 ആക്കുക. n1 എന്ന് കൊടുക്കുന്നതിന് പകരം n2 കൊടുക്കുക. ബാക്കിയെല്ലാം സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ, വേണമെങ്കിൽ ആ ഫ്ലോ ചാർട്ടിൽ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചിട്ട് ഇവിടെ നമുക്കിവിടെ n അസൈൻ 1 എന്നുണ്ട്. ഈവൻ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് 2 എന്നാ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? n അസൈൻ 2 എന്ന് വേണം കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈവൻ നമ്പേഴ്സ് എങ്ങനെയാണ്? 2 വെച്ചിട്ടാണ് ഇൻക്രിമെന്റ് ആവുക. നോർമൽ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ 1 വെച്ചിട്ടാണ്. അപ്പൊ ഈ n അസൈൻ n+1 എന്തെങ്കിലും എന്ത് കൊടുക്കുക? n അസൈൻ n+2 എന്ന് പറഞ്ഞാക്കിയിട്ട് റീഡ്രോ ചെയ്ത് നോക്കുക. ഓക്കെ, റീഡ്രോ ചെയ്യാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. റീഡ്രോ ദ ഫ്ലോ ചാർട്ട് എന്നാ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? റീഡ്രോ തന്നെ ചെയ്യണം. ജസ്റ്റ് മാർക്ക് ചെയ്ത് പോവല്ല ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് കിട്ടോ ഇതൊക്കെയാണ്. ഓക്കെ, മക്കളെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഡ്രോ ദ ഫ്ലോ ചാർട്ട് ടു 3 നമ്പേഴ്സ് ടു ഡിസ്പ്ലേ ദ സ്മോളസ്റ്റ്. ഇതിൽ 3 നമ്പേഴ്സിൽ ഏതാണ് സ്മോളസ്റ്റ് എന്നുള്ള ഡിസ്പ്ലേ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതും വേണമെങ്കിൽ വരാം. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? ഇങ്ങനെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഫ്ലോ ചാർട്ടും അൽഗോരിതവും വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും നോക്കി വെച്ചേക്കാം. ഡ്രോ ചാർട്ടിന് ഒരു 3 മാർക്ക്, അൽഗോരിതത്തിന് ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക്, ഇത്രയാണ് വരാം. പിന്നെ എന്ത് വരും? എററുകളുടെ ക്വസ്റ്റ്യൻ വരും, പിന്നെ ഫേസസ്. ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇതുള്ളൂ. കുഞ്ഞു ചാപ്റ്ററാണ്, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസേ ചോദിക്കാനുള്ളൂ. പക്ഷേ എത്ര മാർക്ക് ഉണ്ട്? 8 മാർക്സ് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലാടാ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കുറച്ചും കൂടി കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. അതിൽ ടോക്കൺസ് ആണ്. ആ സംഭവം പഠിച്ചാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങൾക്ക് ബാക്കിയുള്ള കേസുകൾ എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, C++ന്റെ ടോക്കൺസ് ആണ്. പക്ഷെ ഇതിന് ഒരുപാട് മാർക്കൊന്നുമില്ല, 5 മാർക്കുള്ളൂ. 2 സ്ലൈഡ് പരിപാടി ടെക്സ്റ്റ് ചാപ്റ്റർ ചടപടയുന്ന തീരാനായിട്ട് പറ്റും. ഒരുപാട് പഠിക്കാനുള്ള കേസസ് ഇല്ല. ഓക്കെ, കുറച്ച് ടൈംസ് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ്? ക്യാരക്ടർ സെറ്റ് ഉണ്ട്. എന്താണ് ക്യാരക്ടർ സെറ്റ് എന്നാണ് പഠിച്ചു നോക്കാനുള്ളത്. ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് എ C++ ലാംഗ്വേജ്. ഇറ്റ്സ് കൺസിസ്റ്റ് ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, വൈറ്റ് സ്പേസ്. ഇതെല്ലാം കൂടി ചേർന്നതിന് നമ്മൾ എന്താ പറയാ? ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ക്യാരക്ടർ സെറ്റിൽ നമുക്ക് ഒരുപാട് ആളുകളുണ്ട്. ഫസ്റ്റ് വരുന്ന കേസാണ് ടോക്കൺസ് എന്ന് പറയുന്നത്. എത്ര ടൈപ്സ് ഓഫ് ടോക്കൺസ് ഉണ്ട് C++ൽ? എത്ര ടൈപ്സ് ഓഫ് ടോക്കൺസ് ഉണ്ട് പറയാൻ പറ്റുമോ? ടോക്കൺസ് എത്ര ടൈപ്സ് ഉണ്ട്? ഓക്കെ, 5 ടോക്കൺസ് ആണുള്ളത്. നമുക്ക് മെയിൻ ആയിട്ട് 5 ടൈപ്സ് ഓഫ് ടോക്കൺസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ടോക്കൺ എന്ന് പറയുന്നത് ആരാണ്? കീവേഡ്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് വരുന്ന ടോക്കൺ എന്ന് പറയുന്നത് കീവേഡ് ആണ്. ടോക്കൺ എന്ന് പറയുന്നത് എന്താണ്? ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ C++. ഓക്കെ, C++ന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. അതായത് C++ ലാംഗ്വേജിന്റെ ബിൽഡിംഗ് ബ്ലോക്സിനെയാണ് നമ്മൾ എന്താ പറയാ? ടോക്കൺസ് എന്ന് പറയുന്നത്. ടോക്കൺസ് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഏത് പ്രോഗ്രാം എഴുതുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ടോക്കൺ ആണ് എന്ത്? കീവേഡ് എന്ന് പറയുന്നത്. കീവേഡ് എന്ന് പറയുന്നത് എന്താണ്? ടു കൺവേ സ്പെസിഫിക് മീനിങ് ടു ദ കമ്പൈലർ. കമ്പൈലറിന് എന്തെങ്കിലും ഒരു സ്പെസിഫിക് മീനിങ് കൊടുക്കാനായിട്ട്, ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ C++ൽ യൂസ് ചെയ്യുന്ന ആളെയാണ് എന്ത് പറയാ? കീവേഡ് എന്ന് പറയുന്നത്. അപ്പൊ കീവേഡിൽ നമുക്ക് ഫ്ലോട്ട് ഉണ്ട്, ഇഫ് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, സ്വിച്ച് ഉണ്ട്, ഇന്റ് ഉണ്ട്, ഗ്യാർ ഉണ്ട്, ഇങ്ങനെ കുറെ കീവേഡ്സ് ഉണ്ട്. ഇവരെല്ലാവരും ഉണ്ട്. അപ്പൊ ഈ കീവേഡ്സ് എല്ലാം എന്ത് ചെയ്യുന്നത്? C++ന് പ്രത്യേക മീനിങ് കൊടുക്കണം. അതിനാണ് നമ്മൾ കീവേഡ് എന്ന് പറയാം. ആൻഡ് ഐഡന്റിഫയർ എന്ന് പറയുന്നത് എന്താണ്?
ഇതൊരു നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു വാല്യൂ യൂസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും സാധനം കമ്പ്യൂട്ടറിൽ നമ്മളൊരു പുതിയ ആളെ കമ്പ്യൂട്ടറിന് പരിചയപ്പെടുത്തുന്നത്, പുതിയ എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു നെയിമിനെയാണ് നമ്മൾ എന്താ പറയാ, ഐഡന്റിഫയേഴ്സ് എന്ന് പറയാ. ഐഡന്റിഫയേഴ്സ് ആരൊക്കെ ഉണ്ട്? 3 ആളുകളുണ്ട്. വേരിയബിൾ ഉണ്ട്, ലേബൽ ഉണ്ട്, ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, വേരിയബിൾ, ലേബൽ, ഫംഗ്ഷൻ 3 പേരാണ് നമുക്ക് ഐഡന്റിഫയേഴ്സ് ഉള്ളത്. അത് 3 അറിഞ്ഞിരിക്കണം ഐഡന്റിഫയേഴ്സ് ഏതൊക്കെ ഉണ്ടെന്നുള്ളത്. പിന്നെ നിങ്ങൾ ഇത് പഠിക്കേണ്ട കേസ് എന്താണ്? ഒരു ഐഡന്റിഫയർ എഴുതാനുള്ള റൂൾസ്. അതും പറഞ്ഞ എക്സാമിന് നേരിട്ട് റൂൾസ് ഫോർ ഐഡന്റിഫയേഴ്സ്, അതായത് റൂൾസ് ടു ഫോം ദ ഐഡന്റിഫയർ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നേരിട്ട് കാണൂല. നിങ്ങൾക്ക് എന്ത് തരും? കുറച്ച് ടൈപ്സ് ഓഫ് ഐഡന്റിഫയേഴ്സ് തരും. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഐഡന്റിഫയർ തരും, ഇതൊരു ഐഡന്റിഫയറിന്റെ നെയിം ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തരും. എന്നിട്ട് നമ്മളോട് ചോദിക്കും ഇത് ശരിക്കും ഇത് കൊടുക്കാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാം. ഓക്കെ, അപ്പൊ ഐഡന്റിഫയേഴ്സ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ റൂൾസ് എന്താണ്? ഐഡന്റിഫയേഴ്സ് ഇസ് എ സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. അതായത് ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സീക്വൻസോ ലെറ്റേഴ്സോ ഡിജിറ്റോ അണ്ടർസ്കോർ ഇതെല്ലാം കൂടി ഉള്ളതിന് നമ്മൾ എന്താ പറയാ? ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി ലെറ്റർ ഓർ അണ്ടർസ്കോർ. ഇപ്പൊ ഒരു ഐഡന്റിഫയർ എഴുതുന്ന സമയത്ത് ആദ്യത്തെ ക്യാരക്ടർ എന്തായിരിക്കണം? ഒന്നുകിൽ ലെറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം? അണ്ടർസ്കോർ ആയിരിക്കണം. എന്തായിരിക്കണം? അണ്ടർസ്കോർ ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഐഡന്റിഫയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തല്ല അല്ല. കാരണം എന്താ, ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ക്യാരക്ടർ എന്താ? ഹാഷ് സിമ്പിളാ. അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഓർ വൈറ്റ് സ്പേസ് കാനോട്ട് ബി യൂസ്ഡ്. പ്രത്യേകിച്ച് എന്താണ്? സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാനുള്ള യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇതാണ് നമ്മളുടെ ഐഡന്റിഫയേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള റൂൾസ്. ഇപ്പോൾ നമ്മളുടെ 2 കീവേഡുകൾ പഠിച്ചു, 2 ടോക്കൺസ് ഉണ്ട്. കീവേഡ്സും പഠിച്ചു, ഐഡന്റിഫയറും പഠിച്ചു. ആൻഡ് നെക്സ്റ്റ് ടോക്കൺ എന്ന് പറയുന്നത് എന്താണ്? ലിറ്ററൽസ് ആണ്. ലിറ്ററൽസ് എന്ന് പറയുന്നതാണ് കോൺസ്റ്റന്റ് ആണ്. അതായത് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ എന്തെങ്കിലും നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. കോൺസ്റ്റന്റുകളെയാണ് നമ്മൾ എന്താ പറയാ? ലിറ്ററൽസ് എന്ന് പറയാ. ഏതൊക്കെ ലിറ്ററൽസ് ഉണ്ട്? ഇന്റിജർ ലിറ്റർ ഉണ്ട്, ക്യാരക്ടർ ലിറ്റർ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ് ഉണ്ട്. 3 ടൈപ്സ് ഓഫ് ലിറ്ററൽസ് ആണുള്ളത്. അതുപോലെ തന്നെ പിന്നത്തെ ടോക്കൺ ആരാണ്? ഓപ്പറേറ്റേഴ്സ് ആണ്. ആരൊക്കെയാ? പ്ലസ്, മൈനസ്, പിന്നെ ഇൻപുട്ട് ഓപ്പറേറ്റർ, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ, പിന്നെ അങ്ങനെ വരുന്ന ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതെല്ലാം എന്ത് വരും? ഓപ്പറേറ്റേഴ്സിലോടും. പിന്നെ വരുന്നതാണ് പങ്ക്ച്വേറ്റേഴ്സ്. പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ സിമ്പിൾസ് ആണ്. അതായത് നമ്മൾ എന്താണ് ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ആളാണ് ഹാഷ് സിമ്പിൾ. ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ എഴുതാൻ നമുക്ക് C++ ഒരു പ്രോഗ്രാം എഴുതാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് ഹാഷ്. പിന്നെ ആരാണ്? പാരന്റ്സ് അല്ലെങ്കിൽ കേളി ബ്രാക്കറ്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. സെമി കോളൻസ് നമുക്ക് ആവശ്യമുണ്ട്. സിംഗിളും സെമി കോളൻസ് നമുക്ക് ആവശ്യമുണ്ട്. ഇൻവെർട്ടർ കോമേഴ്സ് ആവശ്യമുണ്ട്. ഇതെല്ലാം നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്? ഇതെല്ലാം നമുക്ക് ഒരു C++ ലാംഗ്വേജ് എഴുതണം. ഇങ്ങനെ എഴുതുന്ന ആളുകളെയാണ് നമ്മൾ എന്താ പറയാ? പങ്ക്ച്വേഴ്സ് എന്ന് പറയാം. അപ്പൊ ഈ 5 ടോക്കൺസ് ആണുള്ളത്. ആരൊക്കെ ഉണ്ട്? കീവേഡ് ഉണ്ട്, ഐഡന്റിഫയർ ഉണ്ട്, ലിറ്ററൽസ് അല്ലെങ്കിൽ കോൺസ്റ്റൻസ് ഉണ്ട്, ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, പങ്ക്ച്വേറ്റേഴ്സ് ഉണ്ട്. ഇത്രയും ആളുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ, ഇപ്പോ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കാണിക്കാം. സാർ ക്വസ്റ്റ്യൻസ് ഒന്ന് കാണിച്ച്. ഓക്കെ, 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഇതിൽ ഉണ്ടാവുള്ളൂ കേട്ടോ മക്കളെ. 5 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളായിരിക്കും ഇതിന് മെയിൻ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതിന് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് എന്താണ്? ടോക്കൺസ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. പിന്നെ ചോദിക്കുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു കീവേഡ് ഐഡന്റിഫയർ തരും. ഐഡന്റിഫയർ തന്നിട്ട് നിങ്ങളോട് അതൊരു ഐഡന്റിഫയർ ആണോ അല്ലെങ്കിൽ ഇത് ഐഡന്റിഫയേഴ്സിനെ ചൂസ് ചെയ്യൂ എന്നുള്ള ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് ഇതിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ടോക്കൺസിന്റെ പിന്നെ നെയിമും ഏതൊക്കെ ടോക്കൺസ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ചാപ്റ്ററിലുള്ള 5 മാർക്സ് നമുക്ക് കിട്ടും. 1 മാർക്ക് പോലും നമുക്ക് പോകില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ നോക്കിക്കോ, സിമ്പിൾ ആണ്. പിക്ക് ദ ഓഡ് വൺ ഔട്ട്. ഇതിൽ ഏതാണ് ഓഡ് വൺ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഏതാണ്? ഫ്ലോട്ട്, ബ്രേക്ക്, ആഡ്, ക്യാർ. ഫ്ലോട്ടും ബ്രേക്കും ക്യാറും ഇത് 3ഉം എന്ത് സാധനമാണ്? കീവേഡ് ആണ്. ആൻഡ് ആഡ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു നമുക്ക് ഇതിലുള്ളതല്ല, ഐഡന്റിഫയർ ആണ്, നമ്മൾ കൊടുക്കുന്ന ഒരു നെയിമാണ്. അപ്പോൾ ആഡ് ആണ് എന്ത്? നമ്മളുടെ ഓഡ് വൺ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ചോദിക്കുന്നത് ഡിഫൈൻ ടോക്കൺസ് ഇൻ C++. എനി 4 ടോക്കൺസ് അവൈലബിൾ ഇൻ C++. ടോക്കൺസ് എന്താന്ന് എഴുതാം. ഏതെങ്കിലും 4 ടോക്കൺസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ടോക്കൺസ് എന്താണ്? ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് C++ പ്രോഗ്രാമിനാണ് നമ്മൾ എന്താ പറയാ? ടോക്കൺസ് എന്ന് പറയാ. ഏതൊക്കെയുണ്ട്? കീവേഡ് ഉണ്ട്, ഐഡന്റിഫയർ ഉണ്ട്, ഓപ്പറേറ്റർ ഉണ്ട്, പങ്ക്ച്വേറ്റേഴ്സ് ഉണ്ട്, ലിറ്ററൽസ് ഉണ്ട്. നിങ്ങൾക്ക് ആ സമയത്ത് ഏത് 4 ഓർമ്മ വരുന്ന 4 എഴുതാം. ഏറ്റവും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ആരൊക്കെയാണോ അവരെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിക്കാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, find the invalid C++ identifier the list given below. അതായത് ഇതുപോലെ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഏതാണ് ഇൻവാലിഡ് ആയിട്ടുള്ള ഐഡന്റിഫയർ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ആളുകൾ നോക്കാം. കൗണ്ട് ഉണ്ട്, നെക്സ്റ്റ് എന്താണ്? 2 നമ്പർ ഉണ്ട്, നെക്സ്റ്റ് എന്താണ്? സ്ലാഷ് ടോട്ടൽ ടാക്സ് എന്നുണ്ട്, ആവറേജ് ഹൈറ്റ് എന്നുണ്ട്. ഇതിന് നമുക്ക് ഇൻവാലിഡ് ആയിട്ടുള്ള ഐഡന്റിഫയേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇൻവാലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഐഡന്റിഫയേഴ്സിനുള്ള സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? സ്പേസ് ഇടാൻ പറ്റുമോ? ഐഡന്റിഫയർ എഴുതുമ്പോൾ പറ്റില്ല. സ്റ്റാർട്ടിങ്ങിൽ നമ്പർ എഴുതാൻ പറ്റുമോ? അതും പറ്റില്ല.
പിന്നെ നമുക്ക് ഏതെങ്കിലും കീവേഡുകൾ യൂസ് ചെയ്യാൻ പറ്റുമോ? കീവേഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഐഡന്റിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? അതും നമുക്ക് പറ്റില്ല. അപ്പോൾ ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂല. അപ്പൊ നമുക്ക് ഏതാ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല? അണ്ടർസ്കോർ സ്റ്റാർട്ടിങ്ങിൽ വന്ന ഇഷ്യൂ ഉണ്ടോ? സ്റ്റാർട്ടിങ്ങിൽ അണ്ടർസ്കോർ വന്ന ഇഷ്യൂ ഉണ്ടോ? ഇല്ലില്ല, കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ നമുക്ക് ആരും യൂസ് ചെയ്യാം? ടോട്ടൽ ടാക്സ് യൂസ് ചെയ്യാം, അതിന് കുഴപ്പമില്ല. കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു കീവേഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ്, നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അത് പക്ഷേ സ്പെല്ലിങ്ങിന് ഡിഫറൻസ് ഉണ്ട്, അപ്പൊ അതനുസരിച്ച് നോക്കാം. ആൻഡ് ടു നമ്പർ എന്ന് പറയുന്ന നമ്പറാണ്, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ആവറേജ് ഹൈറ്റ് ബ്ലാങ്ക് സ്പേസ് ഉണ്ട്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് രണ്ടും നമുക്ക് എന്താണ്? ഇൻവാലിഡ് ആണ്. ഇത് രണ്ടും ഇൻവാലിഡ് കാര്യമാണ്. ഇത് രണ്ടും വാലിഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോടാ? ഓക്കെ ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സർ, what are the escape sequence of characters for a line in C++ program? ഓക്കെ, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ടെക്സ്റ്റിൽ ടേബിളിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് കുറെ എസ്കേപ്പ് സീക്വൻസ് എന്ന് പറഞ്ഞിട്ട് /T/N എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇല്ലാടാ? ഇല്ലേ? ഓക്കെ, നിങ്ങളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? റൈറ്റ് ദ എസ്കേപ്പ് സീക്വൻസ് ക്യാരക്ടർ ഫോർ ന്യൂ ലൈൻ. പുതിയ ലൈനിന് വേണ്ടിയുള്ള എസ്കേപ്പ് സീക്വൻസ് ക്യാരക്ടർ ഏതാണെന്ന് ചോദിച്ചത്. പുതിയ ലൈനിന് വേണ്ടിയിട്ടുള്ളത് ഏതാണ്? /N. ഇനിയിപ്പോ ഒരു ടാബ് മൂവ് ചെയ്യാനായിട്ടാണെങ്കിൽ എന്ത് ചെയ്യുക? /T. അതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ഇത് രണ്ടും മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യം. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാരക്ടർ ലിറ്ററൽ ആൻഡ് സ്ട്രിംഗ് ലിറ്ററൽ, അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ക്യാരക്ടർ ലിറ്ററൽ എന്ന് പറയുന്നത് സിംഗിൾ ക്യാരക്ടർ എൻക്ലോസ്ഡ് ഇൻ സിംഗിൾ കോഡ്സ്. സ്ട്രിംഗ് ലിറ്ററൽ ആവുമ്പോൾ എന്താണ്? കോൺസ്റ്റന്റ് ഓർ മോർ ദാൻ വൺ ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് ഇൻ എന്താണ്? ഡബിൾ കോഡ്സ്. ക്യാരക്ടർ ലിറ്ററൽ ആണെങ്കിൽ സിംഗിൾ കോഡ്സിന്റെ ഉള്ളിലായിരിക്കും, സ്ട്രിംഗ് ലിറ്ററൽ ആണെങ്കിൽ എന്തായിരിക്കും? ഡബിൾ കോഡ്സിന്റെ ഉള്ളിലായിരിക്കും. ഓക്കെ അല്ലേടാ മക്കളെ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് കേട്ടോ. ഓക്കോ, അതെല്ലാം സെയിം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ മക്കളെ. ദ ഫോളോയിങ് ആർ ഇൻവാലിഡ് ഐഡന്റിഫയേഴ്സ് ഇൻ C++. ഇതിൽ ഏതാണ് ഇൻവാലിഡ് ആയിട്ടുള്ള ഐഡന്റിഫയർ? ഏതാണ് ഇൻവാലിഡ് ആയിട്ടുള്ളത്? ഇവിടെ ഒരു ഹാഷ് സിമ്പിൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? ഐഡന്റിഫയർ ആയിട്ട് പറ്റില്ല. ആൻഡ് വോയിഡ് ഉണ്ട്, അത് ഉപയോഗിക്കാൻ പറ്റുമോ? വോയിഡ് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. പറ്റോടാ? വോയിഡ് എന്താണ് മക്കളെ? വോയിഡ് എന്താണ്? ഡാറ്റ ടൈപ്പാണ്. ഇന്റ്, ഫ്ലോട്ട്, ക്യാർ, വോയിഡ്. ഓക്കെ, വോയിഡ് ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. ആൻഡ് 2AB ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. ആവറേജ് ഹൈറ്റ് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം എന്താണ്? സ്പേസ് ഉണ്ട്, സ്പേസ് ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ആര് മാത്രമേ ഉള്ളൂ? ആരുമില്ലേ? ആരും ഉപയോഗിക്കാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ ഇവിടെ ഹാഷ് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, ഇതൊരു കീവേഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, ഇത് നമ്പർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, ഇവിടെ ഒരു വൈറ്റ് സ്പേസ് ഉള്ളതിന്റെ പേരിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ, അടുത്ത 10th ക്വസ്റ്റ്യൻ നോക്കി നോക്കളെ. IDE സ്റ്റാൻഡ്സ് ഫോർ. IDE എന്ന് പറഞ്ഞാൽ എന്താണ്? IDE ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്, ഇൻഫോർമേഷൻ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്, ഇൻഹെറിറ്റൻസ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്, ഇന്ററാക്റ്റീവ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. ഏതാണ് IDE എന്ന് പറഞ്ഞാൽ? ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന IDE ഏതാണ്? ജീനി എന്ന് പറഞ്ഞ IDE ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ഏതാ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്? ഉബുണ്ടു ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലാസിഫൈ ദ ഫോളോയിങ് ഐഡന്റിഫയേഴ്സ് വാലിഡ് ഓർ ഇൻവാലിഡ്. കാരണം ഇതേപോലത്തെ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഐഡന്റിഫയേഴ്സിനെ ക്ലാസിഫൈ, അതായത് ഇത് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ നിങ്ങൾ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കേസുകൾ, ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും. റൂൾസ് ആയിട്ട് ചോദിക്കില്ല, ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാം. പക്ഷേ ഇത് റൂൾസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലെങ്ത് 1 ഇത് കറക്റ്റ് ആണ്, കാരണം അണ്ടർസ്കോർ ഇട്ടൊരു നമ്പർ നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല, വാലിഡ് ആണ്. അണ്ടർസ്കോർ ലെങ്ത് 1 കുഴപ്പമില്ല, സ്റ്റാർട്ടിങ്ങിൽ അണ്ടർസ്കോർ യൂസ് ചെയ്യാം, വാലിഡ് ആണ്. ലെങ്ത് സ്പേസ് 1 എന്തല്ല? വാലിഡ് അല്ല, സ്പേസ് ഉണ്ട്. ഫസ്റ്റ് നമ്പർ വന്നിട്ടുണ്ട്, അത് എന്താണ്? വാലിഡ് അല്ല, ഇൻവാലിഡ് ആണ്. ഡിജിറ്റ് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ ഡീറ്റ് വന്ന ഇഷ്യൂ ഉണ്ട്, പക്ഷേ ഇന്ത്യയിൽ ഡീറ്റ് വന്ന എന്തില്ല? ഇഷ്യൂ ഇല്ല. ഓക്കെ, ഇത്രയും ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ പോയാലോടാ. അടുത്ത ചാപ്റ്റർ പോയാലോ? ടൈപ്പ് ഉണ്ടോ? നമുക്ക് ഇതിന്റെ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ നോക്കാം. സാർ തന്നെ കണ്ടിന്യൂ. ഓക്കെ, എടാ ഐഡന്റിഫൈ ആൻഡ് ക്ലാസിഫൈ ദ ഡിഫറെന്റ് ടോക്കൺസ് ഇൻ ദ ഫോളോയിങ് C++ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നേക്കുന്നതാണ്. ഇവിടെ ഏജ് അസൈൻ 18, അത് കഴിഞ്ഞിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? സെമികോളം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങളോട് എന്താ ചോദിച്ചേക്കുന്നത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോക്കൺസ് ചോദിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോക്കൺസിൽ യൂസ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആരൊക്കെ ഉണ്ട്? കീവേഡ് ഉണ്ട്, ലിറ്ററൽ ഉണ്ട്, ഐഡന്റിഫയർ ഉണ്ട്, ഓപ്പറേറ്റർ ഉണ്ട്, പഞ്ച്വേറ്റേഴ്സ് ഉണ്ട്. ഈ സെമികോളൻ എന്ത് സാധനോടാ? ഇത് പഞ്ച്വേറ്റേഴ്സ് ആണ്. ആൻഡ് ഏജ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആ 18 അസൈൻ ചെയ്യാം, ഒരു വേരിയബിൾ ആണ്. വേരിയബിൾ എന്താണ്? ഐഡന്റിഫയർ ആണ്. ഈക്വൽ എന്ന് പറയുന്നത് എന്താണ്? അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. അപ്പൊ ഇതെന്താണ്? ഓപ്പറേറ്റർ ആണ്. അപ്പൊ ഇങ്ങനെയും ഒരു ചോദ്യം വരാം.
ഓക്കെ, തന്നേക്കുന്നതിന് നമുക്ക് എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോക്കൺസ് മനസ്സിലാക്കാം. ഏതൊക്കെയാണ് വേരിയബിൾ എന്ന് പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ വേരിയബിൾ, ലേബിൾ, ഫംഗ്ഷൻ, ഇത് മൂന്നിലും ഏതെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതൊരു ഐഡന്റിഫയർ ആണ്. ആൻഡ് അസൈൻമെന്റ്, പ്ലസ്, മൈനസ്, ഡിവിഷൻ, മോഡുലസ്, ഇങ്ങനെയുള്ള കണ്ടു കഴിഞ്ഞാൽ എന്താണ്, അത് ഓപ്പറേറ്റർ ആണ്. കോളൻ, സെമി കോളൻ, ഹാഷ്, ഡബിൾ കോഡ്സ്, സിംഗിൾ കോഡ്സ്, ഈ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, പങ്ക്ച്വേറ്റേഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പോവാം. അടുത്തോട്ടോ, ഇത് വേണ്ട. Okay, classify the identifiers given below as valid or invalid given reason. Okay, നമുക്ക് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് ചോദിച്ചേക്കുന്നത്. ഇതിൽ സം ഐഡന്റിഫയർ വാലിഡ് ആണോടാ? ആണോ? സം വാലിഡ് ആണ്. ഇഫ് എന്തല്ല, വാലിഡ് അല്ല. കാരണം എന്തുകൊണ്ടാണ്? ഇതിന്റെയൊക്കെ റീസൺ അറിഞ്ഞിക്കൊണ്ടാ. ഇഫ് എന്ന് പറയുന്നത് എന്താണ്ടാ, കീവേഡ് ആയോണ്ടാ. ആൻഡ് അണ്ടർസ്കോർ നം1, ഇത് വാലിഡ് ആണോ? ഇത് വാലിഡ് അല്ലേ? അണ്ടർസ്കോർ നം1 വാലിഡ് അല്ലേ? എന്തല്ലാത്തെ? എന്തുകൊണ്ടാ? ഇവിടെ എന്തുണ്ട്? ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് ഉള്ളതിന്റെ അല്ലാതെ എന്തല്ല, വാലിഡ് അല്ല. സ്വിച്ച് വാലിഡ് ആണോ? ആണോ? പക്ഷെ സ്വിച്ച് നമ്മുടെ കീവേഡ് അല്ലേ? സ്വിച്ച് കീവേഡ് അല്ലേടാ. സ്വിച്ച് വാലിഡ് ആവോ? സ്വിച്ച്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, സ്വിച്ച് പഠിച്ചിട്ടില്ലേ? അപ്പൊ അത് കീവേഡ് അല്ലേ? അത് വാലിഡ് ആവോ? ആവോ? എന്തുകൊണ്ട് വാലിഡ് ആവാ? എങ്ങനെ വാലിഡ് ആവാ? സ്വിച്ച് വാലിഡ് ആവാ, അത് കീവേഡ് അല്ലേ? ഓക്കെ, എന്താണ് റീസൺ? സ്വിച്ചിന്റെ എസ് എന്ന് പറയുന്നത് എന്താ? ക്യാപിറ്റലാ. ക്യാപിറ്റൽ ആയതിന്റെ പേരിൽ അതെന്താ, വാലിഡാ. സ്മോൾ ആയിരുന്നെങ്കിൽ ഇതെന്താവൂലായിരുന്നു, വാലിഡ് ആവൂലായിരുന്നു. ഓക്കെ, ക്ലിയർ അല്ലേടാ? ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റഡ് ഏജ്. അവിടെ എന്തുണ്ട്, ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. ബ്ലാങ്ക് സ്പേസ് ഉണ്ടെങ്കിൽ അത് എന്താവൂല, വാലിഡ് ആവൂല. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, പിന്നെ നിങ്ങളുടെ ഈ ഒരു ചോദ്യം, എക്സ്പ്ലെയിൻ ദ റൂൾസ് ഫോർ നെയിമിംഗ് ഐഡന്റിഫയർ. അതും ചോദിക്കാം. നെയിമിങ്ങിന്റെ ഐഡന്റിഫയറിന്റെ റൂൾസ് ഏതൊക്കെയാണ് എന്നുള്ളത് ചോദിക്കാം. അതിപ്പോൾ ചാൻസ് കുറവാണ്, കൂടുതൽ മറ്റേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാണ് ചോദിക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അങ്ങനെ കാണാറില്ല അധികം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. Dash are tokens in never change their value while execution take place. Okay, അതൊരു ചേഞ്ച് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ? എന്താ പറയുന്നത്? ഡാഷ് ആർ ടോക്കൺസ് ദാറ്റ് നെവർ ചേഞ്ച് ദെയർ വാല്യൂസ് വൈൽ എക്സിക്യൂഷൻ ഓഫ് ടേക്ക് പ്ലേസ്. എക്സിക്യൂഷൻ, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ വാല്യൂല് എന്തോ ഇല്ല, ഒരിക്കലും മാറ്റം വരുത്തില്ല. പ്രോഗ്രാമിൽ ആ മാറ്റം പറ്റാത്ത ആൾ ആര് മാത്രമാണ്? ലിറ്ററൽസ് മാത്രമാണ്. ലിറ്ററൽസിന്റെ വേറെ പേരെന്താ? കോൺസ്റ്റന്റ് എന്നാ. അതെപ്പോഴും എന്താണ്? ഫിക്സഡാ. ലിറ്ററൽസിന് ഒരിക്കലും എന്തില്ല, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യില്ല. അത് അതുപോലെ തന്നെ ആക്ട് ചെയ്യുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, ഇപ്പൊ ഇത്രയും ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാം. ബാക്കി 5 ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈഡാ.